ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ശ്രീ മഹാലക്ഷ്മ്यै നമഃ. ഓം ദം ദുർഗാयै നമഃ. ഓം ഭം ഭദ്രകാള്യൈ നമഃ. ഓം ശ്രീ ബ്രഹ്മദേവായ നമഃ. ഓം ശ്രീ മഹാദേവായ നമഃ. ഓം ശ്രീ ധർമ്മശാസ്ത്രേ നമഃ. ഓം ശ്രീ കാർത്തികേയായ നമഃ. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ശ്രീ നരസിംഹമൂർത്തയേ നമഃ. ഓം രം രാമായ നമഃ. ഓം ശ്രീ അഞ്ജനേയായ നമഃ. ഓം നവഗ്രഹദേവാഭ്യാം നമഃ. ഓം ശ്രീ നാഗാധിപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം സർവദേവതാ പ്രിയന്താം. ഓം സർവദേവതാ പ്രിയന്താം. ഓം സർവദേവതാ പ്രിയന്താം. ഓം ശാന്തി ശാന്തി ശാന്തി. സ്ഥൂല ശരീരികളായും സൂക്ഷ്മ ശരീരികളായും ആരെല്ലാം ഇവിടെ സാന്നിധ്യം ചെയ്യുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു, അവരുടെ എല്ലാം പാദങ്ങളിൽ നിർവ്യാജമായ ഭക്തിഭാവത്തോടെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് ക്ഷേത്രേശ്വരിയായ അമ്മയുടെ പാദങ്ങളിലും സമ്പൂർണമായും സമർപ്പണം നടത്തിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കാം എന്ന് വിനയപൂർവ്വം സങ്കല്പിക്കുക. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇടത്തോട്ട് നടന്നാൽ കടലിൻ്റെ തീരത്തെത്തും, അല്ലേ? കടൽ വളരെ അടുത്താണ്. ആ കടലിൻ്റെ തീരത്ത് നിന്നിട്ട് അങ്ങോട്ട് നോക്കുക. കടലിൻ്റെ അക്കരെ കാണാൻ പറ്റുമോ? കണ്ടവരാരെങ്കിലും കലവര് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് എഴുന്നേക്കണേ, എനിക്കൊന്ന് നമസ്കരിക്കാൻ. ഉണ്ടോ? ഉണ്ടോയെന്ന്. എടാ, ഇതെന്തൊരിത് കഷ്ടം. ഉണ്ടോ? ഇപ്പം രണ്ടിലൊന്ന് അറിയണം. ഉണ്ടോ? അതുപോലെയാ എനിക്കിപ്പോൾ തന്നിരിക്കുന്ന സബ്ജക്റ്റും. സനാതനധർമ്മം എന്ന് പറഞ്ഞിരിക്കുക ഒരു ഓപ്പൺ ബ്ലാങ്ക് ചെക്കാണ്. എനിക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. പക്ഷേ ടൈം ഈസ് വെരി ലിമിറ്റഡ്. കാരണം ലോകത്ത് ആർക്കും ഒരിക്കലും നിർവചിക്കാൻ പോലും സാധ്യമല്ലാത്ത അതിബൃഹത്തായൊരു വിഷയമാണ്. ഞാൻ സ്വല്പം കൂടെ ചെറുതാക്കിയാണ് നാരായണസ്വാമി എടുത്ത് പറഞ്ഞത് സനാതനധർമ്മത്തിൻ്റെ ഗ്ലോബൽ അക്സെപ്റ്റൻസ്. കാരണം ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇവിടെ തന്നെ പറയാമെന്ന് കരുതിയാണ് പറഞ്ഞിരുന്നത്. അത് സ്വാമി പറഞ്ഞു, അങ്ങനെ ചുളുവിലടിക്കണ്ട, വിശാലമായിട്ട് തന്നെ പറയാൻ പറഞ്ഞു. പക്ഷേ സാധിക്കുന്നില്ല. കഴിയുന്നത്ര ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിനയപൂർവ്വം സങ്കല്പിക്കുകയാണ്. വാട്ട് ഈസ് ദ റിയൽ ആൻഡ് സയൻറ്റിഫിക് നെയിം ഓഫ് ഹിന്ദുയിസം? ഇത് എന്നോടാരും ചോദിച്ചതല്ല. സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് 1893 അമേരിക്കക്കാർ ചോദിച്ചതാണ്. വാട്ട് ഈസ് ദ റിയൽ ആൻഡ് സയൻറ്റിഫിക് നെയിം ഓഫ് ഹിന്ദുയിസം? അതിന് സ്വാമി പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് വേറൊന്നുമല്ല, സനാതന ധർമ്മശാസ്ത്രം. നമ്മളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് ബുക്കിൽ 2 കോളംസ് ഉണ്ട്, റിലിജിയൻ, കാസ്റ്റ്. അതിൽ റിലിജിയൻ എന്ന് പറയുന്നതിൻ്റെ നേരെ നമ്മൾ ഹിന്ദു എന്ന് എഴുതിയിരിക്കുന്നു. കാസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ നേരെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതി വെക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കള്ളത്തരമല്ലേ എഴുതുന്നത്? റിലിജിയൻ എന്ന കോളത്തിൻ്റെ നേരെ നമ്മൾ എഴുതുന്നത് ശരിക്കും കള്ളത്തരമല്ലേ? കാരണം ഒരു ഇല്ലാത്ത സാധനത്തിൻ്റെ കാര്യമല്ലേ അവിടെ എഴുതുന്നത്. വിവേകാനന്ദ സ്വാമികൾ ഖണ്ഡിതമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം സ്വാമിജിയുടെ പ്രതിഭ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ലെവലിലുള്ളത്, അത് നമുക്കറിയാം. അപ്പോൾ സനാതന ധർമ്മശാസ്ത്രം, ഇതിനെയാണ് നിങ്ങൾ ഹിന്ദു എന്ന് മനസ്സിലാക്കുന്നത്, ഹിന്ദുയിസം എന്ന് മനസ്സിലാക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ആ അമേരിക്കൻ യാത്രക്കിടയ്ക്ക് സ്വാമി അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രസകരമായ സംഗതി, ഇതിൽ വന്നിരിക്കുന്ന 3 ഉപദംശങ്ങൾ
ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. അനിർവചനീയമായൊരു മഹാസത്യമാണ് സനാതന ധർമ്മശാസ്ത്രം. അതിൽ ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 23-24 ശ്ലോകങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ ഇതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷണൽ ലെവലിലെ സാങ്കത്യം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ 2-ാം അധ്യായം 23-ാം ശ്ലോകം ആത്മാവിൻ്റെ സ്വരൂപത്തെ പറ്റിയാണ് പറയുന്നത്. നയനം ഛിന്ദന്തി ശസ്ത്രാണി നയനം ദഹതി പാവകഃ നജൈനം ക്ലേദയന്തി ആപോ ന ശോഷയതി മാരുതഃ. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത ശ്ലോകം. അഛേദ്യോയം അദാഹ്യോയം ആക്ലേദ്യോ അശോഷ്യ ഏവച നിത്യ സർവഗത സ്ഥാണുർ അജലോയം സനാതന. ഈ 2 ശ്ലോകങ്ങളിലായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ ഈ ക്വാളിറ്റീസ് എല്ലാം പ്ലസ് എന്ന ലെവലിൽ പിന്നെ വേറെ എന്തൊക്കെയോ കൂടി ഉള്ള ലോകത്തിലെ ഏകധർമ്മം, ഏകമതം സനാതനധർമ്മം തന്നെയാണ്. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അച്ഛേദ്യം എന്ന നൈനം ചിന്തന്തി ശസ്ത്രാണി. അർജുനന്റെ ദുഃഖം അപ്പുറത്ത് നിൽക്കുന്ന ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഹിംസ്ഥത ശുശിരാൻ സുഹൃത ശൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ട. അങ്ങനെയാണല്ലോ അംഗക്കലി കൊണ്ട് നിൽക്കേണ്ട ചേകവൻ മനസ്സിൽ കൃപയാ പരയാവിഷ്ടനായിപ്പോയി. നേരെ ഓപ്പോസിറ്റ് സംഭവമാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ വന്ന സമയത്ത് നകാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനുജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ആളുകളെല്ലാം കൊന്നിട്ട് ഭുഞ്ചീയ ഭോഗാൻ രുധിര പ്രതിഗ്ധാൻ, ഈ ചോര കൊണ്ട് മുങ്ങിയ ഭൂമി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നയോത്സ്യ 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 ഇത് ഗോവിന്ദമുക്വാ തൂഷ്ണീം ബഭൂവഃ. ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചിന്മയാനന്ദ സ്വാമി മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടവറിംഗ് ലാംഗ്വേജിൽ പറയുന്നു, ഹീ സാറ്റ് പ്ലാസിഡ് സൈലന്റ്. അവിടെ മിണ്ടാതിരുന്നു പോയി. തൂഷ്ണീം ബഭൂവഃ, മറുപടി പറയാൻ ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയിൽ അർജുനൻ എത്തുന്നു. അപ്പോൾ ആത്മാവിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ ഭീഷ്മ ദ്രോണ പ്രമുഖത സർവേഷം ച മഹീക്ഷിതാം ഉവാച. അതാണല്ലേ വിറയൽ വരാൻ കാരണം. അപ്പോൾ ഇവരൊക്കെ ആത്മസ്വരൂപന്മാരാണ്. ശരീരമെന്ന് പറയുന്നത് ഒരു നശ്വരമായ സംഗതിയാണ്. ഇതൊരു വേരിയബിളാണ്. ഒരു കോൺസ്റ്റന്റും വേരിയബിളും വെച്ചുള്ള കണക്ക് ചെയ്താണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിൻ്റെ മനോഹരമായൊരു ഡയമെൻഷൻ നമുക്കും കിട്ടും. അതിലേക്ക് ഞാൻ പിന്നെ പോകാം. അപ്പോൾ ഈ കാണുന്ന ശരീരങ്ങൾ എന്ന് നീ തോന്നിക്കുന്ന ഇതിൻ്റെയൊക്കെ അകത്തിരിക്കുന്ന സത്ത, അത് പ്രാണൻ, ആത്മാവ്, ജീവൻ, അത് നൈനം ചിന്തന്തി ശസ്ത്രാണി. ഇതിനെ ഒരായുധം കൊണ്ടും ഛേദിക്കാൻ സാധിക്കത്തില്ല. നൈനം ദഹതി പാവക, ഇതിനെ തീ കൊണ്ട് കത്തിച്ചു നശിപ്പിക്കാൻ സാധിക്കത്തില്ല. നജൈനം ക്ലേദയന്തി ആപോ, ക്ലേദനം എന്ന് പറഞ്ഞാൽ നനച്ചു കുതിർക്കുക. അപശബ്ദം വെള്ളം, വെള്ളത്തിൽ നനച്ചു കുതിർത്ത് ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. ന ശോഷയതി മാരുത, ഒരു കാരണവശാലും കാറ്റ് വന്ന് അടിച്ച് ഇതിനെ ശോഷിപ്പിക്കാൻ സാധിക്കത്തില്ല. അഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവച നിത്യ സർവഗത സ്ഥാണുർ അജലോയം സനാതന. നമ്മളുടെ മുന്നിൽ ഈ സനാതനം എന്ന വാക്ക് ഏത് സാധാരണക്കാരനും പെട്ടെന്ന് കിട്ടുന്നൊരു സോഴ്സ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ ഈ 24-ാം ശ്ലോകമാണ്. സനാതനം അവിടെ കൃത്യമായിട്ടത് വരുന്നുണ്ട്. എന്തൊക്കെയാ ക്വാളിറ്റീസ്? 23-ാം ശ്ലോകത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അഛേദ്യം, ഛേദിക്കാൻ സാധിക്കത്തില്ല. അദാഹ്യം, ദഹിപ്പിക്കാൻ സാധിക്കത്തില്ല. അക്ലേദ്യം, നനച്ച് കുതിർത്ത് നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അശോഷ്യം, വേറെ ഒരു തരത്തിലും ശോഷിപ്പിച്ച് നശിപ്പിക്കാൻ ഒക്കത്തില്ല. നിത്യം, ഇറ്റ് ഈസ് എറ്റേണൽ, എന്നും നിലനിൽക്കുന്നത്. സർവഗതഃ, ഇത് സർവയിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ്. ഇതില്ലാത്ത ഒരു സ്ഥലമില്ല. സർവഗതഃ. സ്ഥാണു, സംസ്കൃത ഭാഷയിൽ സ്ഥാണു എന്ന വാക്കിൻ്റെ അർത്ഥം കുറ്റി എന്ന. പശുവിനെയൊക്കെ പശു കുറ്റിയും പറിച്ചുകൊണ്ട് പോകാതിരിക്കണമെങ്കിൽ കുറ്റി നല്ല ബലമായിട്ട് അടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കുറ്റി സ്ഥാണു എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇത്രയും ഫോം, ഇത്രയും പവർഫുൾ, ഇത്രയും ഒരു തരത്തിലും ആർക്കും അനക്കാൻ സാധിക്കാത്ത ഒന്ന് ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല. അടുത്തത് അചലം എന്നൊരു വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ അചലം എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്കിൻ്റെ അർത്ഥം 36 മിനിറ്റ് കൊണ്ട് ചിന്മയാനന്ദ സ്വാമി ചാമരാജ വോടയാർ സ്റ്റേഡിയത്തിൽ മൈസൂറിൽ പ്രസംഗിച്ചു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇരുന്ന് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അചലം, അചലം, നമ്മൾ വിചാരിക്കും ചലിപ്പിക്കാനൊക്കാത്തത് എന്നർത്ഥമേ ഉള്ളൂ. ഈ അചല ശബ്ദത്തിൻ്റെ അകത്തെ ഫിസിക്സ് ആണ് അന്ന് സ്വാമി കംപ്ലീറ്റ് വിശദീകരിച്ചത്. ഈ അചല ശബ്ദത്തിനകത്ത് എന്ത് ഫിസിക്സ് എന്ന് നമുക്ക് അതിശയം തോന്നും. ചലിപ്പിക്കുക എന്ന് പറയുമ്പോൾ
ചലിപ്പിക്കുന്നതിന് 2-3 പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. ഒന്ന് ടൈം വേണം, 2 സ്പേസ് വേണം. ഒരു ടൈം പീരീഡിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് മൂവ് ചെയ്തിട്ട് വേറൊരു ടൈം പീരീഡിൽ വേറൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ടൈം വരുന്നു പ്ലസ് സ്പേസ് വേണം. ഇത് ചലിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഈസ് ഓംനി പ്രസൻറ്റ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സർവഗതമാ. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒന്നിനെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റാൻ സാധിക്കും, എങ്ങോട്ടേക്ക് ചലിപ്പിക്കാൻ സാധിക്കും? ഈ പ്രപഞ്ചത്തിൽ ആത്മാവിനെ ചലിപ്പിക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ ഫിസിക്സാണ് അതിനകത്ത് കിടക്കുന്നത്. ടൈം ഫാക്ടറിലേക്ക് ഞാൻ പിന്നീട് പോകാം. പിന്നെയോ എന്നാ ശോഷയതി മാരുത, അങ്ങനെ വന്നിട്ട് ഈ സർവ്വരീതിയിലും നിലനിൽക്കുന്ന, സർവാത്മഭാവത്തോടു കൂടി നിലനിൽക്കുന്ന, സർവത്തിൻ്റെയും ആദികാരണമായി നിൽക്കുന്ന ഇതിൻ്റെ പരിപൂർണത നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിലെ ഒറ്റ മന്ത്രം കൂടെ പരിശോധിച്ച് കഴിയുമ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ സ്വഭാവം സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. 19 ലക്ഷണങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. സപര്യഗാശുക്രം അകായം ഔവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവിർ മനീഷി പരിഭൂ സ്വയംഭോർ ആര്യ തത്വതാർത്ഥൻ വെദധ ശാശ്വതിഭ്യ സമാഭ്യ. 19 ക്വാളിറ്റീസാണ്. ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു പോകാനേ സാധിക്കുന്നുള്ളൂ. ഈ ക്വാളിറ്റീസ് എല്ലാം ഉള്ളത് ആത്മാവിനാണ്. അതുകൊണ്ട് സനാതനമാണ്, ആത്മാവ് സനാതനമാണ്. ആ സനാതനമായ ഭാവം ഒരു മതത്തിന് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത് സനാതന ധർമ്മശാസ്ത്രം എന്ന ഞാൻ പ്രതിനിധീകരിക്കുന്ന ധർമ്മത്തിന് മാത്രമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അതിനപ്പുറം ഒരു ആതന്റിക്കായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേറെ ഒരിടത്തേക്കും പോകേണ്ടി വരുന്നില്ല. ഇത് മാത്രവുമല്ല, ഒരു സംശയം കൂടെ ഞാൻ നീക്കിയിട്ട് ഇതിൻ്റെ ബാക്കിയിലേക്ക് പോകാം. നമ്മിൽ പലർക്കും ഒരു സംശയമുണ്ട്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്നു. അത് 1893 സെപ്റ്റംബർ മാസം 11-ാം തീയതി ആയിരുന്നു. സ്വാമി അവിടെ ചെന്ന് ഒരു ഭയങ്കര പ്രസംഗം 4-5 മണിക്കൂർ അങ്ങോട്ട് നടത്തി. അങ്ങനെ എല്ലാം കൂടെ അടപടലം വെട്ടി താഴെ ഇട്ടു എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇത് ഷിക്കാഗോ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണാശ്രമത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പുസ്തകം. വെറും 5 രൂപ ഇതിന് വിലയുള്ളൂ, വെറും 5 രൂപ. അന്ന് സ്വാമിജി അവിടെ നടത്തിയ സംഗതികൾ, പ്രഭാഷണങ്ങൾ, സ്വാമി അതിലെ ഏതൊക്കെ സെഷനുകളിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനകത്തൂടെ പോയെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈവൻ സ്വാമിയുടെ ജീവചരിത്രം എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് പോലും ഇത്രയും ഡീപ്പായിട്ട് പോയിട്ടില്ല. ആദ്യം 1803 സെപ്റ്റംബർ 11 ആദ്യ പ്രഭാഷണം വെറും 5 മിനിറ്റ്. എന്നിട്ട് സെപ്റ്റംബർ 15 പ്രഭാഷണം. എന്നിട്ട് സെപ്റ്റംബർ 19 പേപ്പർ പ്രസന്റേഷൻ, സ്വാമിക്ക് മാത്രം പ്രത്യേക അവസരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 20 പ്രഭാഷണം. എന്നിട്ട് സെപ്റ്റംബർ 22-ാം തീയതി ചർച്ച, സയന്റിഫിക് സെഷൻ, രാവിലെ മുതൽ ഉച്ച വരെ, ഉച്ച കഴിഞ്ഞും വരുന്നു. ഈ 2 സെഷനിലുമായിട്ട് 6 പ്രഭാഷണങ്ങൾ അന്ന് സ്വാമി അവിടെ നടത്തി. അത് കഴിഞ്ഞ ശേഷം സെപ്റ്റംബർ 23 പ്രഭാഷണം, എന്നിട്ട് 25 പ്രഭാഷണം, എന്നിട്ട് സെപ്റ്റംബർ 25 തന്നെ വീണ്ടും 4 സയന്റിഫിക് സെഷൻസിൽ സ്വാമി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ ശേഷം സെപ്റ്റംബർ 26 പ്രഭാഷണം, എന്നിട്ട് സെപ്റ്റംബർ 27 അവസാനത്തെ പ്രഭാഷണം. ഇത്രയും പ്രഭാഷണങ്ങൾ അവിടെ നടത്തി. നമുക്ക് അതിശയം തോന്നും. 1893 മെയ് 31 മുംബൈയിൽ നിന്ന് പുറപ്പെട്ടു. 1897 ജനുവരി 26 തിരിച്ച് തമിഴ്നാട്ടിലെ പാമ്പൻ റോഡിൽ എത്തി. ഇതിനോടകം അദ്ദേഹം 3 വർഷം 7 മാസം 25 ദിവസം ഭാരതം വിട്ടു നിന്നു. ഒരു പ്രഭാഷണം നടത്തിയിട്ട് തിരിച്ചു പോരാൻ വേണ്ടി പോയ ആളാണ് സ്വാമി വിവേകാനന്ദൻ. ഒറ്റ പ്രഭാഷണം നടത്തിയിട്ട് തിരിച്ചു പോരാൻ വേണ്ടി പോയ ആളാണ്. പക്ഷേ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome you have given us. I thank you in the name of the most ancient order of monks in this world. I thank you in the name of the mother of religions. പച്ചയ്ക്ക് അവിടെ കുറിച്ച് പറഞ്ഞു. 7000-ൽ പരം ഡെലിഗേറ്റ്സ് അവിടെ നിരന്നിരിക്കുന്ന വേദിയിലാണ്. ഷിക്കാഗോയിലെ ആർട്ട് ഹാളിൽ 2005 എനിക്ക് അവിടെ പ്രഭാഷണം നടത്തുവാനുള്ള അവസരമുണ്ടായി. 7000 പേര് തറഞ്ഞു നിന്നിരുന്ന ആ വേദിയിൽ 1893 സെപ്റ്റംബർ മാസം 11-ാം തീയതി സ്വാമി വിവേകാനന്ദൻ ഐ താങ്ക് യു ഇൻ ദ നെയിം ഓഫ് ദ മദർ ഓഫ് റിലിജിയൻസ് എന്ന് പറയുമ്പോൾ അതുവരെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന സർവ്വ സൗധങ്ങളും ഇടിഞ്ഞ് നിരപ്പാവുകയാണ് ചെയ്തത്. ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. ഇന്നേ നിമിഷം വരെ ആരും ചലഞ്ച് ചെയ്യാൻ വന്നിട്ടുമില്ല. അതാണ് ബ്രഹ്മചര്യത്തിൻ്റെ ശക്തി, അതാണ് തപസ്സിൻ്റെ ശക്തി, അതാണ് ധർമ്മത്തിൽ ആധാരിതമായ ജീവിതത്തിൻ്റെ ആ ഒരു പതാക വാഹകനിൽ കൂടെ ഭഗവത് ശക്തി പ്രവഹിച്ചതിൻ്റെ ദൃഷ്ടാന്തം. അത് വലിയൊരു വിഷയമാണ്, അതിലേക്ക് പിന്നീട് നമുക്ക് പോകാം. ഞാൻ സൂചിപ്പിച്ചത് ഒറ്റ പ്രഭാഷണം കഴിഞ്ഞ് സ്വാമി അവിടെ വരുന്നു. എന്നിട്ട് ഇത്രയും പരിപാടികൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവർ സ്വാമിയെ വിട്ടില്ല. അമേരിക്കയിൽ ഇൻ്റലക്ച്വൽസ്,
അമേരിക്കൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, അമേരിക്കൻ പത്രക്കാർ, അമേരിക്കൻ പ്രൊഫഷണൽസ്, അമേരിക്കൻ മീഡിയ പേഴ്സൺസ്, അമേരിക്കൻ പൊളിറ്റീഷ്യൻസ്, ഇവർ അങ്ങനെ കൊണ്ടുപോവുകയാണ്. സിറ്റി ടു സിറ്റി US-ലെ 50 സ്റ്റേറ്റുകളിലും സ്വാമിയെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് അവിടുന്ന് യൂറോപ്പിലേക്ക് പോകുന്നത്. ഈ പോയ സ്ഥലങ്ങളിലൊക്കെ വേദാന്തത്തിൻ്റെ അതിഗംഭീരമായ പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് 3 വർഷവും 7 മാസവും 25 ദിവസവും കഴിഞ്ഞ് മാത്രമാണ് സ്വാമി തിരിച്ചു വരുന്നത്. അറിയുമ്പോൾ വാട്ട് വാസ് ദ ലെവൽ ഓഫ് അക്സെപ്റ്റൻസ്? നമുക്ക് രോമാഞ്ചം തോന്നും. ഇങ്ങനത്തെ ഒരു സംഭവം ലോകത്തുണ്ടായിട്ടില്ല. എന്ന് മാത്രവുമല്ല, ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പ്രഭാഷണത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത്? ആരുടെയും പ്രഭാഷണത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ച ചരിത്രമില്ല. ഞാൻ ഷിക്കാഗോയിൽ പോകുമ്പോൾ താമസിക്കുന്നത് നമ്മുടെ വൈക്കത്തുള്ള ഒരു അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അവർ എഡിസൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷിക്കാഗോയിൽ താമസിക്കുന്നത്. ആ ഗ്രൂപ്പാണ് അവിടുത്തെ സപ്താഹമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ എഡിസൺ വില്ലേജിനകത്തുള്ള അവരുടെ ഒരു വലിയ സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയം ഫുള്ളായിട്ട് വാടകയ്ക്കെടുത്തിട്ട് സ്വാമി വിവേകാനന്ദൻ്റെ 100ാം വാർഷികം, പ്രഭാഷണത്തിൻ്റെ 100ാം വാർഷികം ആ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തിയത്. ഏതാണ്ട് 170ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ പങ്കെടുത്തിരുന്നു. പേപ്പർ പ്രസൻറ്റേഷൻ മുതൽക്കുള്ള സർവ്വസംഗതികളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അതൊരു മഹാസംഭവമായിരുന്നു. അത് കഴിഞ്ഞ് 125ാം വാർഷികവും ആഘോഷിച്ചു അതേ വെന്യൂവിൽ വെച്ച് തന്നെ. എത്ര പേര് ഇത് മനസ്സിലാക്കുന്നു? എത്ര പേർക്ക് ഇത് അറിയാൻ സാധിക്കുന്നു? അവിടെ എന്താണ് സനാതനധർമ്മം, സനാതനധർമ്മത്തിൻ്റെ മഹിമ എന്താണെന്ന് വളരെ വിശദമായിട്ട് സ്വാമി കൊടുത്തിരിക്കുന്ന ഒരു ഒന്നാന്തരം ആർട്ടിക്കിളുണ്ട്, പേപ്പർ പ്രസൻറ്റേഷൻ. ആ പേപ്പർ പ്രസൻറ്റേഷൻ 1893 സെപ്റ്റംബർ 19 സർവമത സമ്മേളന വേദിയിൽ ലോക ബുദ്ധിജീവി സമൂഹത്തിൻ്റെ മുമ്പാകെ പ്രദർശിപ്പിച്ചത്. ഇത് മാത്രം വായിച്ചാൽ മതി. എന്താണ് സനാതനധർമ്മം, സനാതനധർമ്മത്തിൻ്റെ ആധാരശിലകൾ എന്താണ്, ഏതിലൊക്കെ ഊന്നിയാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത് മനസ്സിലാക്കുവാൻ ഒരു പ്രയാസവുമില്ല. ആദ്യത്തെ സബ് ടൈറ്റിൽ, സ്വാമി കൊടുത്തിരിക്കുന്ന സബ് ടൈറ്റിൽ കരുത്തുള്ള മതം. കരുത്തുള്ള മതം എന്തുകൊണ്ടാണ് കരുത്തുള്ള മതം എന്ന് പറയാൻ കാര്യം? വേറെ മതങ്ങൾക്ക് കരുത്തില്ല എന്ന അർത്ഥത്തിലല്ല. ഏത് തരത്തിലുള്ളതായ പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി ഒരു നദി ഒഴുകി പോകുന്ന രീതിയിൽ, നദിയെ നിങ്ങൾ എങ്ങനെ തടഞ്ഞു നിർത്താൻ നോക്കിയാലും ഒരു ലെവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ വഴി വെട്ടി മുന്നിലേക്ക് പോകും. നദിയെ എറ്റേണലി നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അതുപോലെയാണ് സാഖ്യം യോഗ പശുപതി മതം വൈഷ്ണവമിതി പ്രഭിന്നേ പ്രസ്ഥാനേ പരമിതമത പഥ്യമിതി ച രുചീനാം വൈചിത്ര്യാ ഋജുകുടല നാനാപഥജുഷാം നൃണാം ഏകോഗ്യമ്മസ്ത്വമസി പയസാം അർണവൈവ. ശിവമഹിംന സ്തോത്രത്തിലെ ശ്ലോകമാണ് ആദ്യമായിട്ട് അമേരിക്കൻ മണ്ണിൽ സ്വാമി കോട്ട് ചെയ്യുന്നത്. സാഖ്യം യോഗ പശുപതി മതം വൈഷ്ണവമിതി. സാഖ്യയോഗം, പശുപതി മതം, വൈഷ്ണവമതം, ഇങ്ങനെ പറഞ്ഞിട്ട് പല മതങ്ങൾ, ഉപമതങ്ങൾ ഉണ്ടെങ്കിലും പ്രഭിന്നേ പ്രസ്ഥാനേ പരമിത മത പഥ്യമിതി ച, പ്രത്യക്ഷത്തിൽ പ്രഭിന്നങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളിൽ കൂടെ പോകുന്നെങ്കിലും രുചീനം വൈചിത്ര്യാത്, ഇത് ഉപാസകരുടെ രുചിവൈചിത്ര്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇൻഹറൻ്റ് ആയിട്ടുള്ള ഈ ധർമ്മത്തിൽ ഒരു പ്ലസും മൈനസും ഇല്ല, ഒറ്റ സ്ട്രീമേ ഉള്ളൂ. രുചീനം വൈചിത്ര്യം ഋജു കുടില നാനാപഥജുഷാം, നേരെയുള്ള വഴി വളഞ്ഞ വഴി എന്നൊക്കെ തോന്നുന്നെങ്കിലും നൃണാമേകോ ഗമ്യസ്ത്വമസി, ഒന്നിൽ തന്നെ അത് എത്തിച്ചേരുന്നു. നൃണാം അർണവൈവ, ലോകത്തിൻ്റെ ഒരു ഗ്ലോബ് എടുക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു മാപ്പ് എടുത്ത് നോക്കുക. നോക്കിക്കഴിഞ്ഞിരുന്നാൽ നല്ല വൃത്തിയായിട്ട് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ലോകത്താകപ്പാടെ ഒറ്റ കടലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ നമ്മൾ കന്യാകുമാരിയിൽ ചെന്ന് നിന്ന് നമ്മളെല്ലാവരും കാണിച്ചിട്ടുള്ളൊരു മണ്ടത്തരം, ആ മുനമ്പിൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നു, എന്നിട്ട് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ പറയും ഇത് അറേബ്യൻ സീ ആണ്, അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് പറയുന്നത് അല്ലേ. എന്നിട്ട് നേരെ നോക്കിയിട്ട് പറയും ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് നമ്മൾ പറയും ഇത് ബേ ഓഫ് ബംഗാളാണെന്ന്. തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. അവിടെ എന്താടാപ്പനെ മതിൽ കെട്ടി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരും കുറ്റപ്പെടുത്തുകയല്ല, ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാ ഇങ്ങനെ 3 ഓഷൻസിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്? മനുഷ്യ ബുദ്ധിക്കൊന്നോ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാ. ഈ ഗ്ലോബ് കറക്കി നോക്കിക്കോളൂ, വേൾഡ് മാപ്പ് സൂക്ഷിച്ച് നോക്കിക്കോളൂ, ലോകത്തൊറ്റ സമുദ്രമല്ലേ ഉള്ളൂ. സംശയമുണ്ടോ? ഇല്ല. ഇതുപോലെ പല പേരുകളും പല സങ്കല്പങ്ങളും പല ഗുരുപരമ്പരകളുടെയും ഒക്കെ പേരിൽ അറിയപ്പെടുന്നെങ്കിലും ഇതെല്ലാം ആത്യന്തികമായിട്ട് സബര്യക ശുക്രമകായ മൗവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവർ മനീഷി പരിഭൂ സ്വയംഭൂർ ആര്യാതത്വതോർത്ഥൻ വിദധശാശ്വതിഭ്യസമാഭ്യ എന്ന് ഈശാവാസ്യ ഉപനിഷത്തുകാരൻ ഉച്ചിയിലടിച്ച് സത്യം ചെയ്യുന്ന 19 ലക്ഷണങ്ങളോടുകൂടിയ ഏകാന്തികമായ ഏകാത്മകമായ ബ്രഹ്മത്തെപ്പറ്റി മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ധർമ്മം കരുത്തുറ്റതാണ് എന്നവിടെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് വിശാലത,
സ്വാമിയുടെ സെക്കൻഡ് ടൈറ്റിലാണ്. സനാതനധർമ്മത്തിൻ്റെ മഹിമയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ ആ പ്രാമാണികമായ രേഖ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എന്നും കൈ നിടേണ്ടി വരുന്നില്ല. വിശാലത, വളരെ വിശാലമാണ് ഈ ധർമ്മത്തിൻ്റെ പ്രത്യേകത. കാരണം ഏതെങ്കിലും ഒരു ആചാര്യൻ അദ്ദേഹത്തിൻ്റെ നിശ്ചിതമായ അനുഭവങ്ങളും സങ്കല്പങ്ങളും വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിച്ച ഒരു മതമല്ല. ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ബഹുമാന്യരായ ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കുന്ന ക്രിസ്തു മതമാണ്. ലോകാരാധ്യനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ നാമധേയത്തിൽ അത് അറിയപ്പെടുന്നു. അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് റിലിജിയൻ ഇസ്ലാം മതം, അത് പ്രോഫറ്റ് മുഹമ്മദ് സ്ഥാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അസെൻഡൻസിയിൽ കൂടെ അത് അറിയപ്പെടുന്നു. ബുദ്ധൻ സ്ഥാപിച്ചു ബുദ്ധമതം, മഹാവീരൻ ജൈനമതം. അങ്ങനെ ഏതെങ്കിലും സനാതനൻ എന്ന് പറഞ്ഞൊരു സന്യാസി ജീവിച്ചിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു പേഴ്സണൽ ഇംപ്രിന്റ് ഉള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയാൽ സ്ഥാപിക്കപ്പെട്ട മതമല്ല. അതാണ് ഇതിൻ്റെ വിശാലതയുടെ പ്രത്യേകത. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ രണ്ടാമത്തെ മുഖമുദ്ര, സെക്കൻഡ് ഹാൾമാർക്ക്, ഇത് നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം ഇവിടെ അന്യമായിട്ടൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ. സർവം ഖല്ലിദം ബ്രഹ്മ, ഇത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഇതിനെപ്പറ്റി മാത്രമേ ഇവിടെ ചർച്ചയുള്ളൂ. അതുകൊണ്ട് രണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഋഷികളാണ് ഇതിൻ്റെ മന്ത്രദ്രഷ്ടാക്കളായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേദങ്ങളും ഋഷികളും എന്ന് പറഞ്ഞിട്ട് ആ പാരമ്പര്യത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. ധർമ്മം ജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതിസ്തു വേദോ വിജ്ഞേയോ ധർമ്മശാസ്ത്രം തു വൈ സ്മൃതി അനാദി നിധന വിദ്യ വാക്സ്തു സൃഷ്ട്യ സ്വയംഭുവ ആദൗ വേദമയീ ദിവ്യ യതഃസർവം പ്രവൃത്തയ. അതായത് ഈ വേദ ഋഷികളാൽ കാണപ്പെട്ട സത്യത്തെ അവർക്ക് മാറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം സത്യദ്രഷ്ടാക്കളാണ്. സത്യം അനുഭവിച്ച് ആനന്ദഘനമായിരിക്കുന്ന ആത്യന്തിക സത്യത്തെ അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് ഇത് മാറ്റി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഋഷിമാരെ ഞങ്ങൾ ഇത്രയും ബഹുമാനിക്കുന്നത്. പല കണ്ടക്ഷനിലും US സംസാരിക്കുന്നിടത്ത് സ്വാമി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മനോഹരമായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈശ്വരനും ഗുരുവും ഒരേ സമയത്ത് ഒരു ശിഷ്യന്റെ മുന്നിൽ വന്നു നിന്നിരുന്നാൽ ശിഷ്യൻ ആരെയാണ് ആദ്യം നമസ്കരിക്കേണ്ടത്? ഗുരുവിനെയാണ് നമസ്കരിക്കേണ്ടത്, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഈശ്വരനെ വണങ്ങേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കൂടെ ഉള്ളൊരു കൺസെപ്റ്റ്, ആ രീതിയിൽ കൂടെയുള്ള ആചരണ പദ്ധതി, ഇത് ലോകത്ത് വേറെ ഒരു റിലിജിയനിലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് സൃഷ്ടി അനാദി അനന്തം, തേർഡ് ടൈറ്റിൽ. ഈ നിയമങ്ങൾ എന്നുള്ള നിലയിൽ അന്തമറ്റവയായിരിക്കാം, എങ്കിലും അവയ്ക്ക് ഒരു ആദി ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അവിടെയാണ് ഒരു പെനിട്രേറ്റിംഗ് മൈൻഡ് സെറ്റോടുകൂടി സ്വാമി ഈശ്വരത്വത്തിലേക്ക് ഇത് കടത്തിക്കൊണ്ടു പോകുന്നത്. ആ വിശ്വശക്തിയുടെ ആകത്തുക സദാ സമമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒന്നും ഇല്ലായിരുന്നു എന്ന കാലം എന്നാരംഭിച്ചു എന്നുള്ളതിനെ പറ്റി പിന്നീട് അന്വേഷിക്കണം. അപ്പോൾ സൈക്ലിക്കൽ ഫ്ലോ ഓഫ് ടൈമിങ്, അതിലേക്കാണ് പിന്നീട് അത് പോകുന്നത്. അപ്പോൾ അത് വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പിന്നീട് പറയാം. അത് കഴിഞ്ഞിട്ട് ആത്മാവിൻ്റെ നിത്യത്വം, സ്വാമി പറഞ്ഞ സനാതനധർമ്മത്തിൻ്റെ അടുത്ത ഡയമെൻഷൻ. ഇതാ ഞാൻ ഇവിടെ നിന്ന് കണ്ണടച്ച് ഞാൻ 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 എന്ന് മാത്രം പറയുന്നു. സ്വാമി ആ സദസ്സിനോട് പറയുന്നതാണ്, ഷിക്കാഗോയിലെ പേപ്പർ പ്രസൻറ്റേഷനിലെ ആ സദസ്സിനോട് പറയുകയാണ്, എന്ന് ഞാൻ എൻ്റെ ഉണ്മയെ ഭാവന ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവിടെ പിന്നെ എന്ത് ആശയമായിരിക്കും ആവിർഭവിക്കുക? ശരീരമെന്ന്. അപ്പോൾ ഭൗതിക വസ്തുക്കളുടെ വെറും ഒരു കൂട്ടാണെന്നോ ഈ പ്രപഞ്ചം? അല്ല. കാരണം ശരീരം നശിച്ചു കഴിഞ്ഞിരുന്നാൽ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കുന്നു, ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചലഞ്ചിങ് ലാംഗ്വേജിൽ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ മൊത്തവും മരിക്കുന്നു, ഞാനും മരിക്കുന്നു. ഇതിൽ മരിച്ചു എന്നറിയാൻ പോലും ആരെങ്കിലും മരുന്നിന് വേണ്ടി ജീവനോട് ഇരുന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു പെനിട്രേറ്റീവ് ലെവലിലേക്ക് അത് പോവുകയാണ്. എനിക്കത് മൊത്തവും പറഞ്ഞ് നിങ്ങളുടേക്ക് എത്തിക്കാൻ സമയം കിട്ടുന്നില്ല. അതിൽ സങ്കടമുണ്ട്. ഞാൻ ശരീരത്തിൽ വസിക്കുന്ന ചൈതന്യമാണ്, ഞാൻ ദേഹമല്ല, ദേഹം നശിക്കും, എന്നാൽ എനിക്ക് നാശമില്ല. ഞാൻ ഈ ശരീരത്തിലാണ്, ഇത് എപ്പോൾ വേണമെങ്കിലും വീണുപോകും. പക്ഷേ ഈ ശരീരം എന്ന് പറയുന്ന ഈ നശ്വര വസ്തുവല്ല പ്രപഞ്ചത്തിൻ്റെ ശാശ്വതമായ സത്യം. ഇത് നന്നായിട്ട് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഋഷിമാർക്ക് സാധിച്ചിരുന്നു. ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകമാണ് സ്വാമി അതിനെ കോട്ട് ചെയ്തിരിക്കുന്നത്. അവ്യക്താത് വ്യക്തയ സർവാഹ
പ്രഭവന്ത്യഃ രാഗമേ രാത്രി ആഗമേ പ്രലീയന്തേ തത്രൈവാ വ്യക്തസജ്ഞകേ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അടുത്തത് പൂർവ്വജന്മമോ പാരമ്പര്യമോ, അങ്ങോട്ട് തന്നെ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിരിക്കുക. പൂർവ്വജന്മം, പാരമ്പര്യം, അതിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഒരു മറുപടിയും കൂടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വന്ന് സ്വാമി എടുത്ത് ചോദിക്കാൻ തുടങ്ങി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് വൈ ഗുഡ് പീപ്പിൾ സഫർ, വൈ ഗുഡ് പീപ്പിൾ സഫർ. സ്വാമിയോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ കഷ്ടപ്പെടുന്നു, നേരെ മറിച്ച് ഈ ലോകത്തിന് മൊത്തവും നാശം വരുത്തി വെക്കുന്ന ആകാശ കോടാലികളായിട്ട് നടക്കുന്ന അലവലാദികളൊക്കെ പരമസുഖമായിട്ട് ജീവിക്കുന്നു. അന്നും ഇന്നും ശരിയല്ലേ അല്ലേ? ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വൈ ഗുഡ് പീപ്പിൾ സഫർ. ഇത് ഡോക്ട്രിൻ ഓഫ് കർമ്മ, കർമ്മസിദ്ധാന്തം വെച്ച് മാത്രമേ അതിന് മറുപടി പറയാൻ സാധിക്കത്തുള്ളൂ. പൂർവ്വജന്മാർജിത പുണ്യപാപങ്ങളുടെ ആകത്തുകാസമം ഈ ശരീരം, പൂർവ്വജന്മാർജിത പുണ്യപാപങ്ങളുടെ ആകത്തുകാസമം ഈ ശരീരം. ഇതിലിരുന്ന് എത്രയൊക്കെ എങ്ങനെയൊക്കെ അനുഭവിച്ചിട്ട് പോകണമെന്നുള്ളത് കൃത്യമായിട്ടും തീരുമാനിക്കേണ്ട ആൾ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും യാതൊരു വിലയുമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പാരമ്പര്യം വഴി വരുന്ന സംഗതികളെ പറ്റിയും ശീലങ്ങളുടെ പ്രത്യേകതകളെ പറ്റിയും, എന്നിട്ടോ യം യം വാപി സ്മരൻ ഭാവം ത്യജത്യാന്തേ കളയപരം തം തമേവൈതി കൗന്ദയ സദാ തദ്ഭാവഭാവിത. ഇത് ഗീതയിലെ 8-ാം ശ്ലോകത്തിലെ 8-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകമാണ്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യാന്തേ കളയപരം. ഞങ്ങൾ ഭാരതീയ ഋഷീശ്വരന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു സത്യം, 2 കൈ കൊണ്ട് മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത്. ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് എന്താണോ പരിഭാവനം ചെയ്യുന്നത്, സങ്കല്പിക്കുന്നത്, അനുസ്മരിക്കുന്നത്, യം യം വാഭിസ്മരൻ, എന്താണോ ഓർക്കുന്നത്, ത്യജത്യാന്തേ കളയപരം, ശരീരം കളയുന്ന സമയത്ത് തം തമേവൈതി കൗന്ദയ സദാ തദ്ഭാവഭാവിത. അതുകൊണ്ട് അതായി തന്നെ തീരും. അതുകൊണ്ടാണ് സദാസമയവും ഈശ്വര സ്മരണയിൽ തന്നെ തുടരണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരെ തിരിച്ചാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാമി അന്ന് അവിടെ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ഒത്തുകൂടുന്നു. വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിച്ചിട്ടുള്ള ആളുകൾക്ക് അത് നല്ല രസകരമായിട്ട് അത് അനുഭവിക്കാൻ സാധിക്കും. ഫോർ യു പീപ്പിൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോഡ് ഈസ് എ വീക്ക്ലി പീസ്, എ സൺഡേ പീസ്. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഡെയിലി പീസ്. കാരണം ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ എല്ലാ ദിവസവും തുറക്കുന്നു, എല്ലാ ദിവസവും പൂജ ചെയ്യുന്നു, എല്ലാ ദിവസവും ആചരണം നടക്കുന്നു. ഈ സൺഡേ പീസ് എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അവിടെ എങ്ങനെ തുളഞ്ഞു കയറിയെന്നറിയാമോ? അതിൻ്റെയൊക്കെ പിന്നീട് വന്ന റെസ്പോൺസസ് വളരെ വളരെ ഗംഭീരമായിരുന്നു. ഒരു മനുഷ്യനെയും ഒരു വാക്ക് കൊണ്ടുപോലും സ്വാമി നോവിച്ചിട്ടില്ല, ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും കണ്ണുകൾ അവരവരിലേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ട് യു സീ യുവർ സെൽഫ്, യു സീ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ കാണൂ. എന്നിട്ട് ഹൗ ഫാർ യു ആർ റോങ്, ഹൗ ഫാർ യു ഹാവ് ടു കറക്റ്റ്. ഇത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് സ്വാമിക്ക് അവിടെ വൈജയന്തി പാർപ്പിക്കാൻ സാധിച്ചത്. ഷിക്കാഗോയിലൊക്കെ ഇപ്പം അവിടെ പോയി കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം വേദാന്ത സൊസൈറ്റിയുടെ ഒരു വലിയ സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരു 10-400 ഏക്കർ കൂടുതൽ വരുന്നൊരു വലിയ സ്ഥലം. എന്തുമാത്രം സ്ഥാപനങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെ സനാതന ധർമ്മത്തിൻ്റെ മഹിമയിൽ സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത 6ാമത് ലക്ഷണം പൂർണ്ണൻ അപൂർണൻ, ഈ വിശദീകരണം അത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ആ മന്ത്രം തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. പൂർണ്ണമദ പൂർണ്ണമിദം, അത് പൂർണ്ണം, ബ്രഹ്മം പൂർണ്ണം, ഈ വ്യക്തി പരമാത്മാവ് പൂർണ്ണം, ജീവാത്മാവ് പൂർണ്ണം. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണമായ ഒന്നിൽ നിന്ന് മാത്രമേ പൂർണ്ണം ഉണ്ടാവാൻ സാധിക്കത്തുള്ളൂ. ഇനിയുമുള്ളതാണ് സായിപ്പിന് പിടി കിട്ടാതെ പോയത്. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോന്നു കഴിഞ്ഞാലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഇത് സായിപ്പിന് പിടി കിട്ടിയില്ല. അതെങ്ങനെയാണ് സ്വാമി? ഒരു പാത്രത്തിൽ 5 കിലോ എണ്ണ വെച്ചിരിക്കുന്നു. അത് ഇനി 5 കിലോ എണ്ണയും വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി കഴിഞ്ഞിരുന്നാൽ അവിടെ പിന്നെ 5 കിലോ എണ്ണ കാണുമോ എന്ന് ചോദിച്ചു. സ്വാമി അതിന് സിമ്പിളായിട്ടൊരു മറുപടി കൊടുത്തു. ആ മറുപടിയിലാണ് അവർ വീണുപോയത്. ഒരു പന്തം അവിടെ കത്തിക്കുക, ആ പന്തത്തിൽ നിന്ന് ഒരു 500 പന്തം കത്തിക്കുക. ഈ 500 പന്തം അതിൽ നിന്നാണ് കത്തിച്ചത്. പക്ഷേ ആ നിൽക്കുന്ന പന്തത്തിന് കുറവല്ലോ ഉണ്ടോ? അപ്പോൾ ഭൗതിക വസ്തുക്കളിൽ പഞ്ചഭൂതങ്ങൾ വെച്ചിട്ടാണ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇത് അഗ്നിതത്വം വെച്ചാണ് ആത്മാവിനെ വിശദീകരിക്കേണ്ടത്, ജലതത്വം വെച്ചല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ സംശയം തീർന്നു. അങ്ങനെ ആ പൂർണ്ണതയുടെ സമ്പൂർണമായ പരമാവിഷ്കാരമാണ് ഒരു ധർമ്മത്തിൻ്റെ പ്രാണൻ.
ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ 6ാമത് ടൈറ്റിൽ കൂടെ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് മംഗളവാർത്ത എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെ മനുഷ്യാത്മാവ് നിത്യനും അമൃതനും പൂർണ്ണനും അനന്തനുമാണ്. മരണമെന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് കേന്ദ്രം മാറുക മാത്രമാണ്. പൂർവകർമ്മങ്ങൾ വർത്തമാനത്തെയും വർത്തമാനം ഭാവിയെയും നിർണ്ണയിക്കുന്നു. ജനനത്തിൽ നിന്ന് ജനനത്തിലേക്കും മരണത്തിൽ നിന്ന് മരണത്തിലേക്കും സഞ്ചരിച്ചു ജീവൻ മേൽപോട്ടോ കീഴ്പോട്ടോ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് വ്യക്തി ആർജിക്കുന്ന പുണ്യ പാപങ്ങളുടെ മാട്രിക്സ് അനുസരിച്ച് ഇതെങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ശാസ്ത്രബോധനം അതിഗംഭീരമായിട്ട് അവിടെ കൊടുക്കുവാൻ സാധിച്ചു. അത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ ശേഷം 9ാമത്തെ പോയിന്റിൽ പറയുന്നത് ഈശ്വരൻ എന്ന സങ്കല്പത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെയാണ് ഞങ്ങളുടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അല്ലാതെ നീക്കുപോക്കില്ലാത്ത നിയമങ്ങളുടെ ഒരു ചട്ടക്കൂട്ടിൽ പെട്ടുകിടക്കുന്ന ഗതികെട്ട ഒരു സത്ത അല്ല ഈശ്വരൻ. എത്ര മനോഹരമായിട്ട് അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചിന്തിച്ചു നോക്കുക. റിലിജിയന് ചട്ടക്കൂടുണ്ടാക്കും, ദൈവം വേണമെങ്കിൽ അതിനകത്ത് കിടന്നോളണം. നത്തിങ് ഡൂയിങ്. കാരണം സർവതന്ത്ര സ്വതന്ത്രനായ സർവേശ്വരനെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. അവൻ്റെ സങ്കല്പത്തിനനുസരിച്ച് മാത്രമേ ചട്ടക്കൂടുകൾക്കും ബാക്കി എല്ലാത്തിനും നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈശ്വര സങ്കല്പമില്ലാത്ത ഒരു ചട്ടക്കൂടും നിൽക്കത്തില്ല. ഇപ്പോഴും ചിന്തിച്ചു നോക്കൂ, ചട്ടക്കൂടുകൾക്ക് ഉള്ളിലാണോ നമ്മുടെ ഈശ്വരത്വം, സ്പിരിച്വാലിറ്റി നിൽക്കുന്നത്? ഈ ഒരു പ്രത്യേകത വളരെ വിശിഷ്ടമാണ്. നേരെ മറിച്ച് കേന്ദ്രീകൃത മതങ്ങളുടെ ചട്ടക്കൂട്ടിന് വെളിയിൽ ആർക്കും അധികം വോയിസ് ഇല്ല, സംസാരിക്കാനൊക്കത്തില്ല. നേരെ മറിച്ച് ഇത് തിരിച്ചാണ്, അത് പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈശ്വര പ്രേമം, അതിൻ്റെ പ്രാധാന്യം സനാതനധർമ്മത്തിൻ്റെ ഒരു വലിയ മഹത്വമാണ്. എന്താണ് ആ പരൻ്റെ രൂപം? ആ പരൻ്റെ സ്വരൂപം എന്താണ്? അവിടുന്ന് സർവ്വവ്യാപിയാണ്, നിർമ്മലനും നിരാകാരനും സർവശക്തനും കാരുണികനുമാണ്. അവിടുന്നാണ് ഞങ്ങളുടെ അച്ഛൻ, അവിടുന്നാണ് ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ പ്രിയ തോഴനും അവിടുന്ന് തന്നെ. മന്ത്രം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. എന്തൊരു ഫ്രീഡമാ അനുയായിക്ക് കൊടുക്കുന്നത്, ഭക്തന് കൊടുക്കുന്നത്. ത്വമേവ മാതാ, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, അങ്ങ് എൻ്റെ അമ്മയാണ്. ത്വമേവ മാതാച്ച പിതാ ത്വമേവ, എൻ്റെ പിതാവും അങ്ങ് തന്നെയാണ്. ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, അങ്ങ് എൻ്റെ ബന്ധുവാണ്, അങ്ങ് എൻ്റെ സഖാവാണ്. സഖാവെന്ന വാക്കൊക്കെ ഇവിടെ തന്നെയാണ് ആദ്യം വരുന്നത്, അല്ലാതെ ആലപ്പുഴയിൽ നിന്ന് അല്ല ഉണ്ടായത് കേട്ടോ. ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ. പിന്നെയോ ത്വമേവ വിദ്യ, അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചം മൊത്തവും നിറഞ്ഞു നിൽക്കുന്ന ആ ഗോൾഡൻ ത്രെഡ് ഓഫ് നോളജ്, ആ സാച്ചുറേറ്റഡ് ഫോർമാറ്റ് ഓഫ് സ്പിരിച്വൽ നോളജ്. ത്വമേവ വിദ്യ. പിന്നെയോ ദ്രവിണം, സമ്പത്തും അങ്ങ് തന്നെ. എന്നിട്ട് ഒരു വാക്ക് പ്രയോഗിക്കുന്നു, ത്വമേവ സർവം മമ ദേവദേവ. ഈ സങ്കല്പം അവർക്ക് ആദ്യം ഒരു പുതിയ ജീവൻ തന്നെ തുറന്നു കേൾക്കുന്ന അനുഭവമായിരുന്നു. മറ്റേത് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റ് മതങ്ങളിൽ, വിശേഷിച്ചും സെമിറ്റിക് മതങ്ങളിൽ, ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ പോലെ കുറ്റം കാണിക്കുന്ന കുട്ടികളെ തല്ലാൻ ചൂരൽ കോലുമായിരിക്കുന്ന ഒരു ഹെഡ് മാസ്റ്ററുടെ സ്റ്റാറ്റസിലാണ് ദൈവത്തെ വെച്ചിരിക്കുന്നത്. ഈ വാക്കല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുള്ള ആളുകളുടെ മുഖം എനിക്ക് വിളിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, വലിയ സന്തോഷം. കുറ്റം ചെയ്യുന്ന ഒരു കുട്ടിയെ തല്ലാനിരിക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ ചുള്ളിക്കോലുമായിട്ടിരിക്കുന്ന കണക്കിലാണ് ദൈവത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അങ്ങ് അടിച്ചു തെറിപ്പിച്ചിട്ട് ഏത് ലെവലിലാണ് ഈശ്വരനെ കാണുന്നത്? ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ഈ ഒരു കൺസെപ്റ്റിൽ ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു പുതിയ തത്വചിന്തയ്ക്ക് ബീജാവാപം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ്റെ 1893 അവിടുത്തെ ആ യാത്ര കൊണ്ട് സാധിച്ചത്. എന്നിട്ട് ഇതെല്ലാം കറങ്ങി മലന്ന് തിരിച്ചു മൂലവസ്തുവിലെത്തും. 11ാമത്തെ പോയിന്റിൽ സ്വാമി പറയുന്നു, സനാതനധർമ്മത്തിൻ്റെ മഹിമ ആത്മദർശനമാണ് സനാതനധർമ്മം. ആത്മദർശനമാണ് സനാതനധർമ്മം. ബാഹ്യമായിട്ടുള്ളതൊക്കെ ഉപാധികൾ മാത്രം. ഉപാധികളിൽ കൂടെ നമ്മൾ സത്യത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കും. നിങ്ങൾ സ്വന്തം വാഹനത്തിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്, കൂടുതലും അങ്ങനെയുള്ളവരാണ് വന്നിരിക്കുന്നത്. വാഹനം പുറത്ത് നിർത്തിയിട്ടിട്ട് നിങ്ങൾ അകത്ത് കയറിയിരിക്കുന്നു. അതോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച വാഹനമാണ്, അതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുമോ? ഇല്ല. ഇനി തിരിച്ചു വിടുന്നു, വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നാലും ഞാൻ വാങ്ങിച്ചത് 56 ലക്ഷത്തിൻ്റെ ബെൻസാണ്, അതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്തൊന്നും ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ് കാർ പോർച്ചിനകത്ത്, ബെൻസിനകത്ത് തന്നെ സമാധിയാവുമോ? ഇല്ലല്ലോ. അവിടെ വണ്ടി നിർത്തി ഇട്ടിട്ട് എവിടെയാണ് ഇടേണ്ടത് അത് ഇട്ടിട്ട് അകത്തെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങത്തില്ലേ?
അപ്പോൾ ഉപാധിയാണ്, സഞ്ചാരത്തിൻ്റെ ഉപാധി മാത്രമാണ് വാഹനം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണം. അതിന് കുടിക്കാൻ അതാത് സമയത്ത് യോഗ്യമായ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ കയ്യിലെടുക്കും. ഈ ഗ്ലാസ് ഇങ്ങനെ ചുണ്ടിനോട് അടുപ്പിക്കലാണോ ലക്ഷ്യം? അല്ല, ആ ഗ്ലാസ്സിനകത്തിരിക്കുന്ന വെള്ളം കുടിക്കലാണ് ലക്ഷ്യം. അപ്പോൾ ഈ ഗ്ലാസിനെ ചുണ്ടിനോട് അടുപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ നിർവഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് വെള്ളം നമുക്ക് കുടിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഉപാധികൾ മാത്രമാണ് മതങ്ങൾ. ലക്ഷ്യം അതിനനുസൃതമായി അതിനപ്പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ കേവലം മതമല്ല ലക്ഷ്യം, ആത്മദർശനമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് തവ പ്രഭാവോ ദേവശ്ച പ്രസാദാച്ച ബ്രഹ്മ ശ്വേതാശ്വതോ അഥ വിദ്വാൻ ജ്ഞാന പ്രസാദേന വിശുദ്ധ സത്വതസ്തു തം പശ്യതേ നിഷ്കലം ധ്യായമാനഃ തസ്മൈ മുദിത കഷായായ തമസസ്പാരം ദർശയതി ഭഗവാൻ സനത്കുമാരഃ എന്ന് പറഞ്ഞിട്ട് ഛാന്ദോഗ്യ ഉപനിഷത്തിലെ മന്ത്രഭാഗം മനോഹരമായിട്ട് വിശദീകരിച്ചിട്ട് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഇത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിൽ തന്നെ അദ്വൈത ദർശനം. 12ാം പോയിന്റ്, സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ലക്ഷ്യം അദ്വൈതം. ഇങ്ങനെ അനന്തമായ വിശ്വാത്മഭാവം കൈവരാൻ ഈ ചട്ടക്കൂട്ടിലുള്ള ശോകാസ്പദവും അല്പവുമായ ആത്മഭാവം പോവുക തന്നെ വേണം. കാരണം ചീത്ത പോയെങ്കിൽ മാത്രമേ, നശ്വരമായത് പോയെങ്കിൽ മാത്രമേ അനശ്വരമായത് വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സന്മാത്രനാകുമ്പോഴേ മരണത്തിന് അറുതിയുള്ളൂ. ഞാൻ ആനന്ദമാത്രനാകുമ്പോൾ മാത്രമേ ശോകത്തിന് അറുതി വരുന്നുള്ളൂ. ഞാൻ ചിന്മാത്രനാകുമ്പോൾ മാത്രമേ തെറ്റുകൾ അറ്റുപോകുന്നുള്ളൂ. ശാസ്ത്രത്തിൻ്റെ നിയതമായ ഈ നിഗമനവും ഇത് തന്നെ. ശാരീരികമായ ആത്മഭാവം മിഥ്യയാണെന്ന് ശാസ്ത്രം എനിക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. എൻ്റെ ശരീരം വാസ്തവത്തിൽ ഇടമുറിയാത്ത ജഡസമുദ്രത്തിൽ തുടരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വെറും ചെറുപോള മാത്രമാണ്. ഇങ്ങനെ എൻ്റെ ഇതര പ്രതിരൂപമായ എൻ്റെ യഥാർത്ഥത്തിലെ ഭാവമായ ആത്മാവിൻ്റെ പക്ഷത്തിലും അദ്വൈതം, ഐക്യം, അത് തന്നെയാണ് എൻ്റെ നിയതമായ ഭാവം. ഈ അദ്വൈത ബോധം കൃത്യമായും ആദിശങ്കരൻ്റെ അദ്വൈതബോധം അതിനെ കൃത്യമായിട്ട് അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെയൊക്കെ സ്വാമി വിവേകാനന്ദന് സ്വന്തം മെസ്സേജുമായിട്ട് പോകാൻ സാധിച്ചത്, അവിടെയൊക്കെ വേറെ ആരും വെറുപ്പിക്കാതെ, ആരുടെ ഒരു ശല്യത്തിനും പോകാതെ, ആരെയും ഒരു വാക്കുകൊണ്ട് പോലും സങ്കടപ്പെടുത്താതെ അദ്വൈതം എന്ന് പറയുന്ന ആദിശങ്കരൻ പ്രചരിപ്പിച്ച, ആദിശങ്കരൻ കണ്ടുപിടിച്ചതെന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്, അതിനു മുമ്പേ അതുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ അദ്വൈതത്തിൻ്റെ സിദ്ധാന്തം അതിഗംഭീരമായിട്ട് പ്രചരിപ്പിച്ചു. അത് കഴിഞ്ഞ് വന്ന വിഗ്രഹാരാധന അതുപോലെയുള്ള ചെറിയ ചെറിയ സംഗതികളുടെയൊക്കെ മറുപടി സ്വാമി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ വിശദീകരിക്കാൻ ഇരിക്കുന്നില്ല. ഇത്രയും പ്രധാനപ്പെട്ട സംഗതികളാണ് സനാതന ധർമ്മത്തിൻ്റെ മുഖ്യഭാവങ്ങളായിട്ട് സ്വാമി വിവേകാനന്ദൻ അവിടെ അവതരിപ്പിച്ചത്. ഇത് ഈ രാമകൃഷ്ണാശ്രമത്തിൽ കിട്ടും. വെറും 5 രൂപയുള്ള ഈ പുസ്തകം. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു ക്യാപ്സൂൾ പരുവത്തിന് എന്താണ് വിവേകാനന്ദ സ്വാമി ലോകത്തിന് ചെയ്ത സംഭാവന എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇത് ഞാനിത് ആമുഖമായിട്ട് പറയാൻ കാരണം, സനാതന ധർമ്മം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബൗദ്ധികമായ തലത്തിൽ നിന്നുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വിവേകാനന്ദ സ്വാമികളുടെ ഈ ചെറിയ പുസ്തകത്തിൽ തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് സനാതന ധർമ്മ ശാസ്ത്രം? ഇതിൽ 3 ഉപദംശങ്ങളാണ് വരുന്നത്. അത് ജനറലായിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ഇനി പോകാം. ഇത് ആമുഖമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വിഷയത്തിൻ്റെ ബേസ് അതായതുകൊണ്ട് അത് ആദ്യം പറഞ്ഞിട്ട് ബാക്കി സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പറയാം എന്ന് മാത്രം ചിന്തിച്ചാണ്. ഇതിൽ സംസ്കൃത നിരുക്ത കോശമുണ്ട്. ആ സംസ്കൃത നിരുക്ത കോശത്തിൽ സനാതനം എന്ന വാക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ സദാ തനഹ സനാതനഹ, സദാ തനഹ സനാതനഹ, എപ്പോഴും ശാശ്വതമായി മറ്റൊന്നിൻ്റെ സംരക്ഷണവും മറ്റൊന്നിൻ്റെ സഹായവും ഇല്ലാതെ സ്വയം നിലനിൽക്കാൻ സാധിക്കുന്നത് എന്താണോ അതാണ് സനാതനം. പിന്നെ വളരെ പ്രശസ്തമായ വേറൊരു വാക്കുമുണ്ട്, നിർവചനമുണ്ട്. സന എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ ടപ്പ് പ്രത്യേകം ചേർത്തിട്ട് സന, ടപ്പ്, സനാതനം അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ആദ്യത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഉപദംശം എന്ന് പറയുന്നത് സനാതന ധർമ്മ, അതാണ് രണ്ടാമത് വരുന്നത്. അതിൽ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും സംസ്കൃത നിരുക്തകോശം തന്നെയാണ് പ്രാമാണിക ഗ്രന്ഥം. അതിനപ്പുറം ഒരു പുസ്തകം ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിനകത്ത് എന്ത് പറയുന്നത്? ആദ്യം പറയുന്നു ധരതി വിശ്വം ഇത് ധർമ്മ, വിശ്വത്തെ ധരിക്കുന്നതാണിത്. അതുകൊണ്ട് ഇതിനെ സനാതനം എന്ന് പറയുന്നു. ധർമ്മം എന്ന് പറയുന്ന ഡയമെൻഷനിലേക്ക് വരുമ്പോൾ
ധർമ്മത്തിൻ്റെ വിശദമായ ഭാവമാണ് ഇത് പറയുന്നത്. വിശ്വത്തെ ധരിക്കുന്നതിനാൽ ഇതിനെ ധർമ്മം എന്ന് പറയുന്നു. എന്നിട്ട് അതിനെ പ്രാമാണികമായിട്ട് തുടർച്ചയായിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇതൊക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ധ്രിയതേ ലോകോ അനേന ഇത് ധർമ്മ. ലോകം ഇതിനാൽ നിലനിർത്തപ്പെടുന്നു, അതുകൊണ്ട് ഇത് ധർമ്മം. മൂന്നാമത്തേത് ധ്രിയതേ ജനൈഹി ഇത് ധർമ്മ. ജനങ്ങളാൽ ആചരണത്തിലൂടെ ഇത് നിലനിർത്തപ്പെടുന്നു, അതിനാൽ ഇത് ധർമ്മം. നാലാമത്തേത് ധാരണ ധർമ്മമിത്യാഹോ ധർമ്മോ ധാരയതി പ്രജാഹ. നിലനിർത്തുക നിമിത്തം ധർമ്മമെന്നും വിളിക്കപ്പെടുന്നു. ധർമ്മം പ്രജകളെ സുരക്ഷിതരായി നിലനിർത്തുന്നു. ധർമ്മം ആചരിക്കുന്നവർക്ക് സുരക്ഷിതമായും സമാധാനമായും ജീവിക്കാൻ സാധിക്കും. ധർമ്മം ആചരിക്കാത്തവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് അന്നായാലും ഇന്നായാലും സത്യം തന്നെയാണ്. അഞ്ചാമത്തേത് ധർമ്മേതി ധാരണേ ധാതുർ മഹാത്മേനൈവ പശ്യതേ ധാരണാച്ച മഹത്വേന ധർമ്മ ഏവ നിരുച്യതേ. ധരിക്കുക എന്ന അർത്ഥമുള്ള ധാതുവിൽ നിന്നുണ്ടായ പദമായതിനാൽ ഇതിനെ ധർമ്മം എന്ന് മനസ്സിലാക്കുന്നു. ഈ ധാതു മാഹാത്മ്യം എന്ന അർത്ഥതലത്തിൽ കൂടെയും വിശദീകരിക്കുന്നുണ്ട്. ധർമ്മം സമം മാഹാത്മ്യം, ധർമ്മം സമം മാഹാത്മ്യം, അത് എടുത്തു തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേരുമ്പോൾ ധർമ്മത്തിൻ്റെ പൂർണ്ണമായും വിട്ടുവീഴ്ചയില്ലാത്ത സ്ഥിരതയെ തന്നെയാണ്, അതോടൊപ്പം ആരാധ്യഭാവത്തെ തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി ഈ ആരാധ്യമായ ഭാവമായതുകൊണ്ടാണ് യുധിഷ്ഠിരനെ ധർമ്മരാജൻ എന്ന് പറഞ്ഞതും. അത് കഴിഞ്ഞിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു കൺസെപ്റ്റും കൂടെ ധർമ്മം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് നാരദ പരിവ്രാജക ഉപനിഷത്തിൽ 3-ാം ഉപദേശം 24-ാം മന്ത്രത്തിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. നാരദ പരിവ്രാജക ഉപനിഷത്തിൽ 3-ാം ഉപദേശം 24-ാം മന്ത്രത്തിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ആ ശ്ലോകം വളരെ പ്രശസ്തമാണ്, വിശ്വപ്രശസ്തമാണ്. ധൃതി ക്ഷമ ദമ അസ്തേയം ശൗചമിന്ദ്രിയ നിഗ്രഹം ധീ വിദ്യ സത്യമക്രോധം ദശകം ധർമ്മലക്ഷണം. ഇതാണ് ധർമ്മത്തിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ധൃതി ക്ഷമ ദമം അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹം ധീ വിദ്യ സത്യമക്രോധം ദശകം ധർമ്മലക്ഷണം. ഇത് ഈ ധൃതി ധൈര്യം, ക്ഷമ കാമക്രോധാദി ചിത്തവൃത്തികളുടെ അടക്കം, സത്യസന്ധത, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി, ഇന്ദ്രിയ നിഗ്രഹം, അറിവ്, വിവേകം, സത്യനിഷ്ഠ, ദ്വേഷമില്ലായ്മ, ഈ 10 എണ്ണമാണ് ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങൾ. ഈ 10 എണ്ണം ആര് ജീവിതത്തിൽ പുലർത്തി ജീവിക്കുന്നോ ആ വ്യക്തിയെ നമുക്ക് ധാർമ്മികൻ എന്ന് വിളിക്കാം. കറേജ്, പേഷ്യൻസ്, mental control on passions, attitude against looting, cleanliness, control on passions, intelligence, knowledge, truthfulness and lack of anger. ഈ 10 എണ്ണത്തിന് ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലുള്ള ആളുകളും സൈക്കോളജിക്കൽ സിസ്റ്റത്തിലുള്ള ആൾക്കാരും കൗൺസിലിംഗ് നടത്തുന്ന സൈക്യാട്രിസ്റ്റുകൾ മുതലുള്ള ആളുകളും ഇന്ന് 10 പോസിറ്റീവ് ഹ്യൂമൻ ക്വാളിറ്റീസിൻ്റെ ഒരു ബണ്ടിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ധർമ്മത്തിൻ്റെ ഗ്രേറ്റ്നെസ് അതാണ്. 10 പോസിറ്റീവ് ഹ്യൂമൻ ക്വാളിറ്റീസ്. എനിക്കത് വിശദമാക്കാൻ ഒരു പ്രയാസവുമില്ല. ധൈര്യം, ക്ഷമ, കാമക്രോധാദി ചിത്തവൃത്തികളുടെ അടക്കം, സത്യസന്ധത, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി, ഇന്ദ്രിയ നിഗ്രഹം, അറിവ്, വിവേകം, സത്യനിഷ്ഠ, ദ്വേഷമില്ലായ്മ, ഈ 10 എണ്ണമാണ് ധർമ്മത്തിൻ്റെ 10 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ധൈര്യം, ഈ ധൈര്യം നഷ്ടപ്പെടുമ്പോഴാണ് ഇനി ഒരു രക്ഷയില്ല. ഗുരുവായൂർ പോയി ഒടുക്കത്തെ തൊഴിലും തൊഴുത് അകത്ത് പോയി തൊഴുതിട്ട് ലോഡ്ജിൽ വന്നിട്ട് കുട്ടികൾക്ക് വിഷം കൊടുത്തിട്ട് ഭാര്യയും ഭർത്താവും ലോഡ്ജിൽ ജീവൻ ഒടുക്കുന്നു. ഇനി മുന്നിലേക്ക് പോകാൻ പ്രശ്നങ്ങളാണ്. അവിടെ ധൈര്യം തീരുകയാണ്. ഈ ധൈര്യമാണ് നമ്മൾ എപ്പോഴും ജീവനെ മുന്നിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്, ജീവിതത്തെ ധൈര്യപൂർവ്വം മുന്നിലേക്ക് നയിക്കുന്നത്. ധൈര്യം ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അതോടെ ലൈഫ് തീർന്നു, യാതൊരു സംശയവും വേണ്ട. ധൈര്യം, ക്ഷമ, പേഷ്യൻസ്, ഇന്ന് അതില്ലാത്തതിൻ്റെ ദുരിതമാണ്. വീടിൻ്റെ അന്തരീക്ഷത്തിലായാലും ഒരു ഓഫീസ് അന്തരീക്ഷത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും നമുക്ക് വലിയ വലിയ പൊട്ടിത്തെറികൾ, ആദ്യം പൊട്ടിത്തെറി വരും, പിന്നെ മുട്ടൻ തെറിയും വരും, അല്ലേ? അപ്പം അങ്ങനെ സർവ്വത്തിലും പ്രശ്നത്തിലേക്ക് പോകുന്നത് ഈ ക്ഷമയില്ലായ്മ കൊണ്ടാണ്. ധൃതി, ക്ഷമ, ദമം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു അന്തരീക്ഷം വരുന്നു. അത് ഏത് ലെവൽ വരെ വേണമെന്ന് പറയുന്നുണ്ട്. ഹസ്തം ഹസ്തേന സംപീഡ്യ ദന്തം ദന്തേപി ചൂർണവാൻ. എൻ്റെ ഗുരുനാഥനായിരുന്ന സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, ചെങ്കോട്ടുകോണം സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ 12 വർഷം ബ്രഹ്മചാരിയായിട്ട് 81 കാലഘട്ടം മുതൽക്ക് ആശ്രമത്തിൽ താമസിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. ആ സമയത്ത് എങ്ങനെയൊക്കെയോ എൻ്റെ ലൈഫിനെ സ്വാമിജി എങ്ങനെയൊക്കെ രൂപാന്തരപ്പെടുത്തിയെന്ന് എനിക്കിന്നും ഒരു ഓർമ്മയുമില്ല. 65 വയസ്സായി.
ഈ 36 രാജ്യങ്ങളിൽ എന്നെ കൊണ്ടു നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തി സ്വാമി എന്നെ ഉണ്ടാക്കി തന്നത്. അമേരിക്കൻ മണ്ണിൽ ആദ്യത്തെ ഭാഗവത സപ്താഹം നടത്തുവാനുള്ള ഭാഗ്യവും ഗുരുവായൂരപ്പൻ എനിക്കാണ് തന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് ആ ഗുരുനാഥൻ്റെ കാലിൽ നോക്കി 12 കൊല്ലം ഇരുന്നത് കൊണ്ടുള്ള ഒരു അനുഭവം, അതിൽ സ്വാമി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റൻ്റാണിത്. ഒരു സിറ്റുവേഷൻ കാണുന്നു, പ്രതികരിച്ചാൽ നാശമാവും. അപ്പൊ കൈ കൊണ്ട് ഞെക്കി പൊട്ടിച്ചിട്ടാണെങ്കിലും പല്ലിനെ പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിച്ചിട്ടാണെങ്കിലും ദന്തം ദന്തേപി ചൂർണവാൻ, ആ സിറ്റുവേഷനെ നിങ്ങൾ ഓവർകം ചെയ്താൽ നിങ്ങൾക്ക് യുവർ സൈഡ് വിൽ ബി സേഫ്, ഇല്ലെങ്കിൽ യു വിൽ ബി ബ്രേക്കിംഗ് ഡൗൺ. അപ്പോൾ ധൃതി, ക്ഷമ, ദമം, അസ്തേയം, തൻ്റേതല്ലാത്ത ഒന്നിൻ്റെ നേരെയും കൈ നീളരുത്. സ്വാമി പറയുന്ന വാക്കുകളാണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞിരുന്നാൽ ആ സാധനം തൻ്റെ പണമല്ല എന്നറിഞ്ഞിരുന്നാലും വേറെ ആരും ഇല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാൻ മനസ്സാണോ കൈയാണോ ആദ്യം നീളുന്നത്? മനസ്സാണോ കൈയാണോ ആദ്യം നീളുന്നത്? മനസ്സല്ലേ നീളുന്നത്. മനസ്സ് നീളാത്തടത്തേക്ക് കൈ നീളുമോ? ഇല്ല. അപ്പോൾ മനസ്സിനെ ബ്ലോക്ക് ചെയ്താൽ ഒരു അനാവശ്യത്തിന് നമുക്ക് പോകാൻ പറ്റില്ല. വി വിൽ ബി കെപ്റ്റ് ഇൻ ബ്ലോക്ക്. അപ്പോൾ അതുകൊണ്ട് ധൃതി, ക്ഷമ, ദമം, അസ്തേയം. അസ്തേയം എന്ന് വെച്ചിരുന്നാൽ അങ്ങേയറ്റത്തെ സത്യസന്ധത ജീവിതത്തിൽ പാലിക്കുക. ശൗചം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പഞ്ചശുദ്ധി, ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ അവസാനത്തെ കൃതിയാണ്. ഗുരുദേവന്റെ സമാധിക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശിവഗിരിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താങ്ങി പിടിച്ചിരുത്തിയിട്ട് സ്വാമി പറഞ്ഞ 334 ശ്ലോകങ്ങൾ, സംസ്കൃത ഭാഷയിലുള്ള ഒന്നാന്തരം ശ്ലോകങ്ങൾ സ്വാമി പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാനന്ദ സ്വാമി അതുപോലെയുള്ള ആളുകളെ അത് എഴുതിയെടുത്ത് ഗുരുദേവനെ തന്നെ വായിച്ചു കേൾപ്പിച്ച് വീണ്ടും കറക്ഷൻ വരുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ അവസാനത്തെ കൃതിയാണിത്, ശ്രീനാരായണ ധർമ്മം. ഇത് കന്യാകുമാരി ജില്ലയിൽ മരുത്വാമല അവരുടെ ഒരു ചതയ പൂജാ സംഘമുണ്ട്, അവരാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പഞ്ചശുദ്ധിയെപ്പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഞ്ചശുദ്ധി നമ്മളൊക്കെ മനസ്സിലാക്കണം. സനാതനധർമ്മത്തെ പറ്റി പറയുമ്പോൾ, നിത്യജീവിതത്തിൽ സനാതനധർമ്മത്തിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ പഞ്ചശുദ്ധി ജീവിതത്തിൽ നമുക്ക് പാലിക്കുവാൻ സാധിച്ചാൽ ജീവിതത്തെ അത്യന്തം വിശുദ്ധമായിട്ട് പാലിക്കുവാൻ സാധിക്കും, മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യത്തേത് ദേഹശുദ്ധി. എന്തുകൊണ്ട്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ശരീരം ക്ഷേത്രമാണ്, ഇതിനകത്തിരിക്കുന്നത് ക്ഷേത്രജ്ഞൻ, സർവേശ്വരൻ. അപ്പോൾ ശരീരം എപ്പോഴും പവിത്രമായിട്ട് സൂക്ഷിക്കുക. ആദ്യത്തെ ശുദ്ധി ദേഹശുദ്ധി. രണ്ടാമത്തേത് വസ്ത്രശുദ്ധി. ചില ആളുകൾ ചിന്തിക്കും, ഇന്നിനിപ്പം ഞാൻ ഓഫീസിലൊന്നും പോകുന്നില്ല, അതുകൊണ്ട് വെളിയിലെങ്ങും പോകുന്നില്ല, അതുകൊണ്ട് കൂറെ തുണി എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് ആ ആളിന് തന്നെ നാറുന്ന തുണി എടുത്തുകൊണ്ട് വീട്ടിൽ നടക്കും, അല്ലേ? ഒരിക്കലും പാടില്ല. വസ്ത്രശുദ്ധി രണ്ടാമത്തെ ശുദ്ധി. എന്നിട്ട് മൂന്നാമത്തെ ശുദ്ധി ഭക്ഷണശുദ്ധി. വളരെ പ്രധാനമാണ്. കാരണം ഈ ശരീരത്തിനകത്തേക്ക് പോകുന്ന ഭക്ഷണം 41 ദിവസം കൊണ്ടാണ് ഇത് ചൈതന്യമായിട്ട് മാറുന്നത്. അയ്യപ്പ തത്വത്തിൻ്റെ മെറ്റാബോളിക്, കറ്റാബോളിക് ആൻഡ് അനാബോളിക് ലെവൽ ഓഫ് സയൻസ് ആണ് അവിടെ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ വെള്ളം അത് രസമായിട്ട് മാറും. 7 ദിവസം രസഭാവത്തിലാണ് ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നു, രസാദ് രക്ത തതോ മാംസാൻ മേധ പ്രജായത്തെ മേധസോ അസ്ഥി തഥാ മജ്ജ ശുക്ലസ്യ സംഭവ ശുക്ലോ അമലഹ. അതുകൊണ്ട് 7ാമത്തേതിൽ അത് ചൈതന്യമായിട്ടാണ് വരുന്നത്. അത് 41 ദിവസമാണ് ആ പരിവർത്തനം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ജീവകാരുണ്യ നിരൂപണം എന്ന് പറയുന്ന പുസ്തകത്തിൽ ചട്ടമ്പിസ്വാമി തിരുവടികൾ പറയുന്നു, നിങ്ങൾ മറ്റു ജന്തുക്കളുടെ ശരീരം, മറ്റു ജന്തുക്കൾ അതിനെ പിടിച്ചു കൊല്ലുന്ന സമയത്ത് അതിൻ്റെ ബ്രെയിനിൽ നിന്ന് വന്ന നെഗറ്റീവ് ടോക്സിൻസ് സ്പ്രെഡ് ചെയ്ത ബോഡിയിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഭയം കൊണ്ട് നെഗറ്റീവ് ടോക്സിൻസ് ബാധിച്ച ഫ്ലഷ് ആൻഡ് മീറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് വിഷമാണ്. ആ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചാൽ ഈ 41 ദിവസത്തേക്ക് നിങ്ങളിൽ ആൾറെഡി എന്തെങ്കിലും ചൈതന്യം അവശേഷിച്ചിരുന്നെങ്കിൽ അത് നെഗറ്റീവായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത്, ജീവകാരുണ്യ നിരൂപണത്തിൽ സ്വാമി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നല്ല സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം, സാത്വികമായ ഭക്ഷണം അത് കഴിക്കുക. ഭക്ഷണശുദ്ധി 3ാമത്തെ ശുദ്ധി. 4ാമത്തേത് പരിസരശുദ്ധി. അവനവൻ എവിടെ ജീവിക്കുന്നോ, അത് ചെറിയൊരു കുടിലായിക്കോട്ടെ, ഇടത്തരം വീടായിക്കോട്ടെ, വലിയ കൊട്ടാരമായിക്കോട്ടെ, അത് ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക, പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. 4ാമത്തെ ശുദ്ധി. 5ാമത്തെ ശുദ്ധി ഇതിൻ്റെ മാനസിക ഭാവം, മനഃശുദ്ധി. അപ്പോൾ നമ്മൾ 5 തരം ശുദ്ധികൾ, ഗുരുദേവൻ പറഞ്ഞു വെച്ചിരിക്കുന്ന 5 തരം ശുദ്ധികൾ, കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം ഇപ്പം പറയാനിരിക്കുന്നില്ല, ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു. ആദ്യത്തേത് ദേഹശുദ്ധി, 2ാമത്തേത് വസ്ത്രശുദ്ധി, 3ാമത്തേത് ഭക്ഷണശുദ്ധി, 4ാമത്തേത്
പരിസരശുദ്ധി. അഞ്ചാമത്തേത് സങ്കല്പശുദ്ധി. എന്ത് കർമ്മം ചെയ്യുന്നെങ്കിലും ശുദ്ധമായ സങ്കല്പത്തോടെ മാത്രമേ ചെയ്യാവൂ. അർദ്ധമനസ്സോടെ തൃപ്തിയില്ലാതെ ഒരു കർമ്മവും നിങ്ങൾ ചെയ്യരുത്. ചെയ്താൽ അതിൻ്റെ ഫലം വിപരീതമായിരിക്കും, തിരിഞ്ഞടിക്കും. ചിന്തിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പലപ്പോഴും നമ്മൾ ഇഷ്ടമില്ലാത്ത മനസ്സോടെ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെയൊക്കെ ഫലം വിപരീതമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ വരരുത്. അവിടെ പിന്നെ പൂർണ്ണമായിട്ടും എഴുത്തച്ഛനെ തന്നെ മുറുകെ അങ്ങോട്ട് പിടിച്ചു വെച്ചാൽ മതി. അവിടെ പിന്നെ നമുക്കൊരു സംശയവും വരത്തില്ല എങ്ങനെ കർമ്മം ആചരിക്കണമെന്ന്. യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്യുന്നത് നാരായണ അർച്ചനകൾ, യാതൊന്ന് അതൊക്കെ ഹരി നാരായണായ നമഃ. സനാതനധർമ്മത്തിന്റെ മർമ്മമാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ കൂടെ ഹരിനാമ കീർത്തനത്തില് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വാട്ട് എവർ യു സീ, ഈ പ്രപഞ്ചത്തിൽ എവിടെ എന്ത് കണ്ടു കഴിഞ്ഞിരുന്നാലും അതെല്ലാം നാരായണന്റെ പ്രതിമ അല്ലേ? വിഷ്ണുപുരാണത്തിൽ പറയുന്നു, നിന്റെ നാരായണൻ എവിടെയെന്ന് ചോദിക്കുന്നു. നാരായണൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറയുന്നൊരു മറുപടിയുണ്ട്. ഊർധ്വം ച നാരായണ, അധശ്ച നാരായണ, വാമേച നാരായണ, ദക്ഷിണേച നാരായണ, അന്തശ്ച നാരായണ, ബഹിശ്ച നാരായണ, ത്വയീച നാരായണ, സർവത്ര നാരായണ. ഈ മൂഢന്റെ അടുത്ത്, അപ്പൻ്റെ അടുത്ത് പറയുക. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഊർധ്വം ച നാരായണ, ഹേ പിതാവേ, അങ്ങയുടെ തലയ്ക്ക് മുകളിൽ ഞാൻ നാരായണനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങയുടെ പാദത്തിന് താഴെ ഞാൻ നാരായണനെ മാത്രമേ കാണുന്നുള്ളൂ. വാമേജ നാരായണ, ഇടതുവശത്തെ നാരായണനെ, വലതുവശത്തും നാരായണൻ മാത്രം. അന്തശ്ച നാരായണ, ബഹിശ്ച നാരായണ. അവസാനം AK-47 തോക്ക് വെച്ച് ഹിരണ്യകശിപുവിന്റെ മാറത്ത് വെടിവെക്കുന്നത് പോലെയാ പറയുന്നത്. ത്വയീജ നാരായണ, ഹേ പിതാവേ, എന്നെ കൊല്ലാൻ കലിതുള്ളി നിൽക്കുന്ന അങ്ങയിലും ഞാൻ നാരായണനെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് വെച്ചിരുന്നാൽ, മൈ ഡിയർ ഫാദർ, യു ആർ നോ വെയർ ഹിയർ, ഐ സീ നാരായണ ഒള്ളി. ഇത് കൊടുക്കുന്ന ഒരു വിപ്ലവം, അതാണ് സ്പിരിച്വൽ റവല്യൂഷൻ. അല്ലാതെ കൈ ചുരുട്ടി കാണിച്ചിട്ട് ചീത്ത പറയുന്നതല്ല. നേരെ മറിച്ച് അതിനപ്പുറം പോയിട്ട് അവൻ്റെ പ്രാണിക് എനർജി അവന് നേരെ തിരിച്ചു കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന കുട്ടികൾ, പരമഭക്തന്മാരായിട്ടുള്ള കുട്ടികൾ ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു. ഭാഗവതത്തിൽ എന്താ പറയുന്നത്? ജിഘാംസുരകരോ നാനായാതനാ മൃത്യുഹേതവേ സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം ഭഗവത് തേജസാ സ്പൃഷ്ടം നാശക്നോ ഹന്തുമുദ്യമൈഹി. അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചേക്കുന്നത് സപ്തമസ്കന്ധത്തില്. അതായിരുന്നു പ്രഹ്ലാദന്റെ മഹത്വം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, വളരെ വിശിഷ്ടമായ ഈ പഞ്ചശുദ്ധികൾ നമുക്ക് പാലിക്കുവാൻ സാധിച്ചാൽ ഇത് നമുക്ക് അത്യുത്തമമായ ഒരു ജീവിതമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നിട്ട് ക്ലീൻലിനെസ്, കൺട്രോൾ ഓൺ പാഷൻസ്, പാഷൻസിന്റെ പിന്നാലെ പോയിട്ടാണ് നമ്മൾ നശിക്കുന്നത്. അത് വരരുത്. ഇന്റലിജൻസ്, പൂർണ്ണമായ ബുദ്ധിയോടുകൂടെ ജീവിക്കണം, മൂഢമായ ബുദ്ധിയോടുകൂടി ജീവിക്കരുത്. നോളജ്, രണ്ടു തരം വിദ്യേ വേദിതവ്യേ, രണ്ടു തരം ബോധമുണ്ട്, ജ്ഞാനമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. പരാജ അപരാജ, പരാവിദ്യയും അപരാവിദ്യയും. ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു മിനിറ്റ്. പരാവിദ്യ എന്ന് പറയുന്നത് ഈശ്വരജ്ഞാനം, ആന്തരികമായ അന്വേഷണം. അപരാവിദ്യ ബാഹ്യമായ അന്വേഷണം. ഇത് രണ്ടും ഒരേ അളവിൽ വേണം എല്ലാ വ്യക്തികളും നേടാൻ. നമുക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് രണ്ട് കാലുകളാണ്. ഈ രണ്ട് കാലുകളിൽ ഏതെങ്കിലും ഒരു കാലിന് 1 സെന്റിമീറ്റർ നീളം കൂടി കഴിഞ്ഞിരുന്നാൽ ആ വ്യക്തിയെ നമ്മൾ വികലാംഗനെന്നല്ലേ വിളിക്കുന്നത്, അല്ലേ? ഒരു കാലിന് നീളം കൂടി കഴിഞ്ഞിരുന്നാൽ ആ വ്യക്തി വികലാംഗന. ഇന്നിപ്പോൾ എന്ത് പറ്റി? നമ്മളൊക്കെ A+B² പഠിക്കുന്നു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി സർവ്വതും പഠിക്കുന്നു. പക്ഷെ അവനവനെ പറ്റി മാത്രം പഠിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നമ്മളൊക്കെ 100% വികലാംഗന്മാരായിട്ടാണ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ജീവിക്കുന്നത്. ഈ ഭൗതികജ്ഞാനം നേടുന്നു, നേരെ മറിച്ച് അവനവൻ ആരെന്നുള്ളതിനെ പറ്റി അന്വേഷിക്കാൻ സാധിക്കുന്നില്ല. എനിക്കും 2 കുട്ടികളുണ്ട്. മൂത്തയാൾ TCS എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, 36 വയസ്സ് അവന് പ്രായമുണ്ട്. രണ്ടാമത്തെ ആൾ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ഗൃഹസ്ഥനാണ്. സർവ്വ ദുരിതങ്ങളും അനുഭവിച്ച ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ സമസ്യകളിൽ കൂടെയും കടന്നു പോകുന്നയാളാണ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് കേരള. ഗവൺമെൻറ് ഓഫ് കേരളയിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് പെൻഷനായി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പെൻഷനായത്.
എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് തന്നെ ജീവിച്ചയാളാണ്. അല്ലാതെ നൂലേന്നിറങ്ങി വന്ന ഋഷിയൊന്നുമല്ല. ഐ എം among you. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ജീവിക്കുന്ന കേവല സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ സമയത്തും ചെറിയ പ്രായത്തിൽ തന്നെ മണ്ണടിയിലെ അടൂരിനടുത്തുള്ള മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ എൻ്റെ അമ്മ മണ്ണടി പൊന്നമ്മ അമ്മ അവിടെ ആരംഭിച്ച വേദാന്ത വിദ്യാലയത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു 10, 11, 12 വയസ്സുള്ള കാലം മുതൽക്ക് വേദാന്ത വിദ്യാലയത്തിൽ പോകുവാനും ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. 1951 മണ്ണടിയിൽ എൻ്റെ അമ്മ ആരംഭിച്ച വേദാന്ത വിദ്യാലയമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പഴക്കമുള്ള വേദാന്ത വിദ്യാലയം. കഴിഞ്ഞ 56 വർഷമായിട്ട് മതപാഠശാല കോർഡിനേറ്ററായിട്ട് ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്നതും എൻ്റെ അമ്മ തന്നെയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു 5 ഇയർ സിലബസ് അനുസരിച്ചിട്ടാണ് ഇന്ന് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത്. 2024 ഏപ്രിലിൽ 8600 പരം കുട്ടികൾ പാറശാല മുതൽ കോഴിക്കോട് വരെ പരീക്ഷ എഴുതിയിട്ട് ഇപ്പം 4ാമത്തെ ക്ലാസ് വരെ പ്രൊമോഷൻ കൊടുത്തിട്ട് വെച്ചിരിക്കുക. അപ്പം ആ വർക്ക് അത്രയൊക്കെ ചെയ്യുവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരുപാട് കുട്ടികൾക്ക് ആധ്യാത്മികമായ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കൊടുക്കുവാനും അവർക്ക് സംസ്കൃതത്തിലും മറ്റു പല വിഷയങ്ങളിലും പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ഒരുപാട് കുട്ടികൾക്ക് കോളേജ് ലെക്ചർമാർ, പ്രൊഫസർമാർ, പ്രിൻസിപ്പൽമാരായിട്ടൊക്കെ പിന്നീട് വളരാനും പെൻഷൻ ആവാനും ഒക്കെ ഉള്ളൊരവസരം മണ്ണടി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ആ വേദാന്ത വിദ്യാലയത്തിൽ നിന്ന് തന്നെ സംജാതമായി. ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സംഗതി ഞാൻ സൂചിപ്പിക്കുകയാണ്, ശ്രദ്ധിച്ചു നോക്കോളൂ. നമ്മൾ പിള്ളേരെ വിളിച്ചു നിർത്തും, മോനെ നീ ഒരു എഞ്ചിനീയർ ആവണം, മോനെ നീ ഒരു ഡോക്ടർ ആവണം, നീ IAS കാരനാവണം, നീ നീണ്ടകര പാലം പോലെ ആവണം എന്നൊക്കെ പറയും. പക്ഷെ ഏതെങ്കിലും ഒരു പേരൻ്റ് മോനെ നീ പറയുന്നതൊന്നും ആവണമെന്നില്ല, നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ എത്ര പേരൻസ് ഉണ്ട്? ഇപ്പം ഞാൻ കൈവെക്കാനൊന്നും പറഞ്ഞാൽ ഞാൻ നാണം കെട്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ആരോടും ആവശ്യപ്പെടുന്നില്ല. ഹിയർ വി ഫെയിൽ. ഇവിടെയാണ് നമ്മൾ മൂക്കും കുത്തി വീഴുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഡോക്ടർ ഉണ്ടാവുന്നു, എഞ്ചിനീയർ ഉണ്ടാകുന്നു, IAS കാരനുണ്ടാകുന്നു, IPS കാരനുണ്ടാകുന്നു, പോലീസുകാരനുണ്ടാകുന്നു, പോക്കറ്റ് അടിക്കാരനുണ്ടാകുന്നു, സർവ്വ അലവലാദികളും ഉണ്ടാകുന്നു. മനുഷ്യരില്ലാതെയായി തീരുന്നു. സത്രത്തിനൊക്കെ കേൾക്കാൻ പോകുന്ന ആളുകളെ, തുടർച്ചയായിട്ട് കേൾക്കാൻ പോകുന്ന ആളുകളെ മറ്റാളുകൾക്കൊരു തരം പുച്ഛമാണ്. ഞാനിതൊരു 10-30 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ്. ഞാൻ യജ്ഞങ്ങൾക്ക് പോകും. 400 യജ്ഞങ്ങൾക്ക് ആചാര്യനായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ എൻ്റെ ബന്ധുക്കൾ വരെ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ആ ചൊറിച്ചിലൊക്കെ അങ്ങ് നിന്നു. ഇവൻ്റെ എല്ലാം പിള്ളേർ അവസാനം കഞ്ചാവ് കുടുക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ, പോലീസ് പൊക്കിക്കൊണ്ട് പോകുമ്പം എൻ്റെ പിള്ളേർ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ നെഞ്ചു വിരിച്ച് നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഭീഷണി അല്ലേ, 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പിള്ളേർ ഇന്ന് സ്റ്റാമ്പ് ഒട്ടിച്ചൊണ്ട് കിടക്കുക നാക്കിൻ്റെ കീഴിൽ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഹിന്ദു കുട്ടികളാണ് ടാർഗറ്റ്സ്. അതിനപ്പുറം ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് വ്യാഖ്യാനം വരും. ഞാൻ അവിടെ നിർത്തുക. സങ്കടമാണ്. കാരണം ഇതൊന്നും പറഞ്ഞു കൊടുക്കുവാനും ആധ്യാത്മികമായ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ആ കുട്ടികളെ ബ്രിങ്ങപ്പ് ചെയ്യുവാനും നമുക്ക് എന്ത് സംവിധാനമുണ്ട് സഹോദരങ്ങളെ? ആലോചിച്ച് നോക്കുക. ബഹുമാന്യരായ ക്രൈസ്തവ സഹോദരന്മാർ എല്ലാ ഞായറാഴ്ചകളിലും പള്ളികളിൽ അവരുടെ കുട്ടികളെ ഇരുത്തി സൺഡേ സ്കൂൾ സിസ്റ്റം ഏർപ്പെടുത്തി നടത്തുന്നു. ബഹുമാന്യരായ മുസ്ലിം സഹോദരങ്ങൾ മദ്രസ വിദ്യാഭ്യാസം വഴി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആധ്യാത്മികമായ വിദ്യാഭ്യാസം ഒരുപക്ഷെ വേണ്ടതിലേറെയും കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? ചിന്തിച്ചു നോക്കുക. എല്ലാവരും ഇനി ഞാൻ പറയുന്ന മന്ത്രം എൻ്റെ കൂടെ ചൊല്ലണം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയ മാ അമൃതാത്. ബാക്കി പറയൂ. ബാക്കി പറയാൻ എടാ, ഇതിനി ഒരു ബാക്കിയുണ്ടോ? ഇത് 50% ആയുള്ളൂ. ഇതിനി ഇതുപോലെ ഒരു ഭാഗം കൂടെ ഉണ്ട്, അപ്പോഴേ ആ മന്ത്രം പൂർണ്ണമാവുന്നുള്ളൂ. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പതിവേദനം ഉർവാരുകമിവ ബന്ധനാദിതോ മുക്ഷീയ മാമുതഃ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. റഫറൻസ് പറഞ്ഞുതരാം. യജുർവേദം 360, യജുർവേദം 360. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ഗൂഗിൾ സെർച്ചിൽ ഇപ്പം തന്നെ അടിച്ചു നോക്കുക. ബോധ്യം വന്നിട്ട് വീട്ടിൽ പോയാൽ മതി. യജുർവേദം 360 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ചിന്തിച്ചു നോക്കൂ. തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരത്തെ രുദ്രത്തിന് എല്ലാ വർഷവും എനിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പ്രസംഗിക്കാൻ തരും. ഒരു തവണ പറഞ്ഞു 1 മണിക്കൂർ തരാം, യജുർവേദം മൊത്തം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 55 മിനിറ്റ് മതി. 5 മിനിറ്റ് എടുത്തോളാം പറഞ്ഞു. 55 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. 40 ചാപ്റ്റർ ഉണ്ട്. ഭംഗിയായിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഇതിൽ 3-ാം അധ്യായത്തിൽ ഈ ചാപ്റ്റർ വന്ന സമയത്ത് അത് നല്ല വൃത്തിയായിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തു.
വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം. അത് യജുർവേദം. ഇത് 1969 വിദ്യാരംഭം പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അതിനകത്ത് ഈ പറഞ്ഞു വെച്ചേക്കുന്ന മന്ത്രം ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാൻ മൃത്യോർമുക്ഷീയാമൃതാത്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പതിവേദനം ഉർവാരുകമിവ ബന്ധനാദിതോ മുക്ഷീയ മാമുതഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അതിൻ്റെ അർത്ഥം ഇതാണ്: ദിവ്യഗന്ധയുക്തനായ, മനുഷ്യർക്ക് രണ്ടു ലോകത്തിലും ഫലം നൽകുന്നവനായ, ധനധാന്യങ്ങളെ പോഷിപ്പിക്കുന്ന ത്രിനേത്ര രുദ്രനെ ഞങ്ങൾ പൂജിക്കുന്നു. ഈ രുദ്രൻ ഞങ്ങളെ അകാലമൃത്യു തുടങ്ങിയ ബാധകളിൽ നിന്ന് രക്ഷിക്കണമേ. പഴുത്ത കായ പൊട്ടി വീഴുന്നത് പോലെ രുദ്രന്റെ കൃപയാൽ ഞങ്ങൾ ജനനമരണ പാശത്തിൽ നിന്ന് മുക്തരാകണമേ. സ്വർഗരൂപ സുഖത്തിൽ വിമുഖരാകരുതേ. രണ്ടു ലോകത്തിലെയും ഫലം ലഭിക്കണമേ. ഇതാണ് ഈ മന്ത്രത്തിന്റെ പൂർണ്ണരൂപം. ഇതിന്റെ പൂർണ്ണ അർത്ഥം ഇതാണ്. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. എന്തൊരു സങ്കടം വന്നാൽ വെച്ച് നോക്കുക. എന്നിട്ട് ഞാൻ ഈ മന്ത്രം ചൊല്ലി ഇതിൻ്റെ അർത്ഥവും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ തൊട്ടപ്പുറത്ത് ദുർഗാദേവി ക്ഷേത്രമാണ്. അതിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടേക്ക് നോക്കിയ സമയത്ത് ഒരാള് ദൂരെ നിന്ന് നോക്കിയാൽ ടാഗോറിനെ നോക്കുന്ന പോലെ ഇരിക്കും, രവീന്ദ്രനാഥ ടാഗോറിനെ നോക്കുന്ന പോലെ ഇരിക്കും. അദ്ദേഹം എൻ്റെ നേരെ നടന്നു വരുന്നു. വെള്ളയും വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ വേയിച്ചാണ് നടന്നു വരുന്നത്. കണ്ടാൽ തന്നെ അറിയാം ഒരു 80+ ആണ്. ഞാൻ കൃത്യമായിട്ട് റോഡിൽ ഇറങ്ങിയതും ഈ മനുഷ്യൻ വന്ന് ഇങ്ങനെ റോഡിൽ നമസ്കരിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് വന്ന് നമസ്കരിക്കുക. ഞാൻ എൻ്റെ മോൻ രണ്ടാമത്തെ ആൾ കൂടെ ഉണ്ട്. അവൻ്റെ കയ്യിലേക്ക് എൻ്റെ കയ്യിലിരുന്ന ബാഗ് കൊടുത്തിട്ട് ഞാൻ പൊക്കി അങ്ങ് എടുത്തു. കരയുകയാണ്, പൊട്ടിക്കരയുകയാണ് ഈ മനുഷ്യൻ. അങ്ങ് എന്തായി കാണിക്കുന്നേ? എന്താ കരയുന്നേ? ഹീസ് ടോക്കിംഗ്. ഹി കുഡ് നോട്ട് ഈവൻ ഡു സംതിങ് ഓർ ടെൽ സംതിങ്. അങ്ങനെ ആ മനസ്സിൽ നിന്ന് വരുന്ന യഥാർത്ഥത്തിലെ സങ്കടം കാരണം അതിങ്ങനെ പൊട്ടിക്കരയുക. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ 80 വർഷം വേസ്റ്റായി എന്ന് പറഞ്ഞു. അത് കഷ്ടിച്ച് പറഞ്ഞു പറ്റിച്ച. അപ്പം ഞാൻ ചോദിച്ചു, എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. അത് വേറൊന്നുമല്ല, ഞാൻ തെക്കേ തെരുവിൽ താമസിക്കുന്ന വളരെ പ്രശസ്തമായൊരു ബ്രാഹ്മണ കുടുംബത്തിലെ ആളാണ്. ഇപ്പം 86 വയസ്സുണ്ട്. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛനിൽ നിന്നാണ് ത്രംബകം മന്ത്രം ആദ്യം ദീക്ഷ എടുത്തത്. അത് എനിക്ക് 6 വയസ്സുള്ളപ്പോഴായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 86 വയസ്സായല്ലോ. അപ്പോൾ ഈ 80 കൊല്ലമായിട്ട് ഈ മന്ത്രത്തിൻ്റെ അർത്ഥമന്ത്രം മാത്രമാണ് ചൊല്ലിക്കൊണ്ട് നടന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പുസ്തകം സഹിതം ഉയർത്തി കാണിച്ച് റെഫറൻസ് നമ്പർ 360 ഇത് സഹിതം വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ് ഞാനിത് അറിയുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, പക്ഷേ സങ്കടവും തോന്നി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരു സഹായം ചെയ്യുമോ? എന്താ വേണ്ടത്? വേറൊന്നുമല്ല, ആ പുസ്തകം തരുമോ? എന്തിനാന്ന് ചോദിച്ചു. അടുത്ത DTP കടയിൽ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങ് ഫോട്ടോ കോപ്പി ഒന്നും എടുക്കാൻ പോകണ്ട. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ പുസ്തകം കൊണ്ടുപോയിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നമസ്കരിക്കുന്നതും മറ്റാളുകൾ വരുന്നതും ഒക്കെ കണ്ടിട്ട് വേറെ ആളുകൾ ചുറ്റും കൂടി അവർക്കെല്ലാം പിന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 100 പേർക്ക് അന്ന് ഫോട്ടോ കോപ്പി എടുത്തു കൊടുത്തു. ഇത് കൊണ്ടുപോയവനൊക്കെ തലക്കീഴി വെച്ച് കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. കാരണം ഇവനെല്ലാം സ്റ്റാൻഡേർഡ് ഹിന്ദുക്കളാണ്, അതെനിക്കറിയാം. പക്ഷേ അത്രയും ചെയ്യുവാൻ സാധിച്ചു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ, എവിടെ യജ്ഞത്തിന് പോയി കഴിഞ്ഞിരുന്നാലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ മന്ത്രഭാഗങ്ങളും കൂടെ ചേർത്തിട്ട് യജ്ഞപ്രസാദമായിട്ട് ഈ മന്ത്രം ചേർത്തിട്ട് അച്ചടിച്ച് ഇങ്ങനെ ആളുകൾക്ക് എത്തിക്കാനൊരു വർക്ക് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചതെന്തെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ, ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള സംഗതികളൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. സനാതന ധർമ്മത്തിൻ്റെ വ്യാപ്തി നമുക്കൊന്നും എത്ര വർഷം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാലും തീർക്കാൻ സാധിക്കത്തില്ല. ആചരണത്തിൽ കൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ലതാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ 360 യജുർവേദം 360 ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ അർത്ഥം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാം. ട്രാൻസ്ലേറ്റ് എന്ന് അടിച്ചാൽ മലയാളത്തിൻ്റെ വെർഷനും കിട്ടും. അത് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും തെറ്റില്ലാതെ ഈ മന്ത്രഭാഗം ചൊല്ലി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊരു ദേവീക്ഷേത്രമാണ്. നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോകുന്നു, അങ്ങോട്ടേക്ക് നോക്കുന്നു, എന്നിട്ടോ മുഖത്തോട്ടങ്ങോട്ടും നോക്കും. ആറ്റുകാലൊക്കെ വന്നു കഴിഞ്ഞിരുന്നാൽ എന്തൊരു തൊഴിലാണെന്നറിയോ, എനിക്കങ്ങ് പേടിയാവും. കാരണം ഈ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ, എന്നിട്ട് ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തേ. പിള്ളേരുടെ അടുത്ത് ഞാൻ വെച്ചിരിപ്പുണ്ടോ നിനക്കെന്ന് പറയുന്ന മട്ടില്ല ഇത് ചൊല്ലുന്നത്. തീർന്നു, പിന്നെ ഒന്നും ചൊല്ലാനില്ല, വെടി തീർന്നു, പിന്നെ നോ സ്റ്റോക്ക് നത്തിങ്. സ്വാമി പണ്ട് തമാശയായിട്ട് പറയായിരുന്നു, ചെങ്കോട്ടുകോണം സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ തമാശയായിട്ട് പറയായിരുന്നു, പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പോവുകയാണ്. നല്ല ഒന്നാം തരം AK-47 തോക്കൊക്കെ ഉണ്ട്, പക്ഷെ ഒറ്റ ഉണ്ടേ അതിനകത്തുള്ളൂ. പാകിസ്ഥാനെ തോൽപ്പിക്കുകയും വേണം.
ഇതാണ് നമ്മുടെ അവസ്ഥ. ദിവ്യക്ഷേത്രങ്ങളിൽ ചൊല്ലുമ്പോൾ ഇത് എവിടെ നിന്ന് എടുത്താണെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. ആറ്റുകാലും ഉദയന്നൂറും കരിക്കകം 3 പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളാണ് സിറ്റിക്കകത്തുള്ളത്. ഈ 3 9 യജ്ഞങ്ങൾക്ക് ആചാരനായിട്ടിരിക്കാൻ എനിക്ക് മാത്രമേ ഇന്നുവരെ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഇരുന്ന സമയത്താണ് നമ്മുടെ ബാങ്ക്രപ്സി എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? നാരായണീ സ്തുതി ഒരു പുസ്തകം തന്നെ എഴുതി. ഇതെവിടെ നിന്നെടുത്തത്? ഇത് ദേവി മഹാത്മ്യത്തിലുമുണ്ട്, ദേവി ഭാഗവതത്തിലുമുണ്ട്. ഇതിൻ്റെ റെഫറൻസ് അതെല്ലാം കൊടുത്തിട്ട് വളരെ വിശദമായിട്ട് ഇത് പറയുന്നു. വളരെ വിശിഷ്ടമായ ഈ മന്ത്രഭാഗം വരുന്നത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇത് ദേവി മഹാത്മ്യത്തിൽ 11-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകമാണ്. എന്നിട്ട് ആ കണ്ടക്സ്റ്റ് അങ്ങോട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തര ഭാരതത്തിലെ പണ്ഡിതന്മാരും ദക്ഷിണ ഭാരതത്തിലെ പണ്ഡിതന്മാരും തമ്മിൽ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 2 സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്ന ആളുകളും കോമൺലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപോർഗതേ ദേവി നാരായണി നമസ്തുതേ കലാകാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരിതോ ശക്തേ നാരായണി നമസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്ഥ ഹരേ ദേവി നാരായണി നമസ്തുതേ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് അസുരാസൃഗ്വസാപങ്ക ചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വം നദാവയം. 21 ശ്ലോകങ്ങളാണ്. ഈ 21 ശ്ലോകങ്ങൾ 30 ദിവസം വെറുതെ വായിച്ചാൽ മതി, ഹൃദയത്തിൽ പതിയും. ഇവിടെ അമ്മയുടെ നടയിൽ 2 നടയിലും പോയി നിന്നിട്ട് തൃപ്തിയായിട്ട് ഈ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ദേവീക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു ധന്യത, മറ്റേതൊരു ശൂന്യതയാണ്. ആ ശൂന്യതയിൽ നിന്ന് ധന്യതയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഉപാസന കൊണ്ടും കർമ്മം കൊണ്ടും മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ ചെയ്യണം. ഗ്രന്ഥങ്ങളിൽ ആവശ്യം പോലെ കിടക്ക്, ചാക്കുകെട്ട് കണക്കിന് സമ്പത്ത് വീട്ടിലുണ്ട്. പക്ഷേ ഈ സമ്പത്ത് അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് തെരുവിൽ പോയിരുന്ന് തെണ്ടുകയാണ് നമ്മൾ, അയ്യോ എനിക്ക് 10 പൈസ തരണേന്ന്. ഇതല്ലേ ആവറേജ് ഹിന്ദുവിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് സനാതന ധർമ്മത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ഈ ധർമ്മത്തിൻ്റെ മഹിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർമ്മം ചെയ്യണം. പല്ലശന എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, പാലക്കാട്. അവിടെ ഒരു യജ്ഞത്തിലിരിക്കുന്ന സമയത്ത് ദേവി ഭാഗവത നവാഹം അവിടെ ഇരിക്കുന്ന സമയത്ത് 4-ാം ദിവസം 5-ാം ദിവസം ഒരു മഹാപണ്ഡിതനായ ഒരാൾ അദ്ദേഹം നടന്നു വന്ന് കയറി യജ്ഞശാലയിലോട്ട് കയറി വരിക. സാധാരണ അങ്ങനെ ആരും കയറി വരാറില്ല. അങ്ങനെ കയറി വന്നു. എന്നിട്ട് ഞാൻ ഇരിക്കുന്ന പീഠത്തിൻ്റെ അടുത്ത് വന്നു. ഞാനങ്ങ് എഴുന്നേറ്റു. അദ്ദേഹം അവിടെ കയറി അങ്ങ് ഇരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും ബഹുമാനമുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്, ഈശ്വരതുല്യം ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടെ വന്നു. ഞാൻ സ്വിച്ച് ഇട്ടതുപോലെ എഴുന്നേറ്റ് പോയി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് ഞാൻ തൊഴുതു. നിങ്ങളുടെ പ്രസംഗം ഞാൻ 3-4 ദിവസമായിട്ട് കേൾക്കുകയായിരുന്നു. ഡെയിലി സിറ്റുവേഷൻസിൽ ചൊല്ലേണ്ട 21 മന്ത്രങ്ങളുണ്ട് ദേവി മഹാത്മ്യത്തിൽ. അത് അറിയാമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ശരി, അടുത്തത് കേൾക്കണം. പേപ്പർ എടുത്തോളൂ എന്നേ പറഞ്ഞോളൂ. പേപ്പർ എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പറയുക, എന്നിട്ട് സൗഭാഗ്യം ആരോഗ്യം മുതലായവ കിട്ടണം എന്നുണ്ടെങ്കിൽ ദേഹി സൗഭാഗ്യം ആരോഗ്യം ദേഹിമേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിഷോ ദിഷേ. അർഗളാസ്തോത്രം 14-ാം ശ്ലോകം. പിന്നെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ സുലക്ഷണവതിയായ പത്നിയെ ലഭിക്കുന്നതിന് പത്നിം മനോരമാം ദേഹി മനോവൃത്യാനുസാരിണിം താരിണിം ദുർഗസംസാരേ സാഗരസ്യ കുലോദ്ഭവം. അർഗളാസ്തോത്രം 26-ാം ശ്ലോകം. അത് കഴിഞ്ഞിട്ട് മോക്ഷപ്രാപ്തി താം വൈഷ്ണവീ ശക്തിരനന്ദ വീര്യ വിശ്വസ്യ ബീജം പരമാസ്യമായ സമ്മോഹിതം ദേവി സമസ്തമേത ത്വം വൈ പ്രസന്ന അഭിമുക്തി ഹേതു. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് സർവസുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് സർവഭൂത യഥാ ദേവി സ്വർഗമുക്തിപ്രദായിനി ത്വം സ്തുത സ്തുതേകാവ ഭവന്തു പരമോക്തയാ. ഇത് അധ്യായം 11 ശ്ലോകം 7. ഇനി അടുത്തതാണ് പ്രധാനം, സർവമംഗളപ്രാപ്തി. ഈ സർവമംഗളപ്രാപ്തിക്ക് വേണ്ടി ചൊല്ലുന്നതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇത് ദേവി മാഹാത്മ്യം അധ്യായം 11 ശ്ലോകം 10. അടുത്തത് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനെ ഗുണാശ്രയ ഗുണമയെ നാരായണി നമസ്തുതേ. ഭയങ്ങൾ നീങ്ങാൻ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമസ്തുതേ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഒരുപാട് സ്ഥലത്ത് പ്രയോജനപ്പെട്ട ഒരു മന്ത്രം ആ മഹാത്മാവ് യജ്ഞശാലയിൽ വന്ന് ഉപദേശിച്ചു തന്നത്, ജനിച്ചു വീണ കാലം മുതൽ ഉറങ്ങാതിരിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികൾ ഞെട്ടി ഉണരും. കൊച്ചു പ്രായം മുതൽക്ക് അങ്ങനെ വരുന്ന കുട്ടികൾ. ആ കുട്ടികൾ
നല്ല സങ്കല്പത്തോടെ നിങ്ങൾ ആ കുട്ടിയെ ഇടത്ത് കയ്യിൽ ചേർത്ത് വെച്ച് കുട്ടിയെ അവിടെ ഇരുത്തിയിട്ട് യജ്ഞശാലയിൽ ദേവിയുടെ പാദത്തിൽ കുങ്കുമ കലശാഭിഷേകം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ശിരസിൽ ഭംഗിയായിട്ട് സ്ഥാപിച്ചുകൊണ്ട് കുലദേവതയും സങ്കല്പിച്ചുകൊണ്ട് അവിടെ ചൊല്ലേണ്ട 21 തവണ ചൊല്ലേണ്ട മന്ത്രം, അതിൽ ദുസ്വപ്നം ഗ്രഹപീഡയൊക്കെ ഒഴിവായി ഈ കുട്ടി നമ്മുടെ കയ്യിലിരുന്ന് ഉറങ്ങിയ അനുഭവമുണ്ട്. അതെന്താ? ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ ഗ്രഹപീഡാസുജോഗ്രാസു മഹാത്മ്യം ശൃണയാൻ മമ. ഇത് അധ്യായം 12 ശ്ലോകം 16. അനുഭവസിദ്ധമായ സാധനങ്ങളാണ് ഇതെല്ലാം. നല്ല പൊട്ടൻഷ്യൽ ടൂളാണ്, പവർഫുൾ ടൂൾസാണ്. പക്ഷേ നമ്മൾ എടുക്കുന്നില്ല, അറിയുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ചേർത്തിട്ട് രാമകൃഷ്ണാശ്രമത്തിലെ സ്വാമിയെ ഞാൻ കാണിച്ചു. അദ്ദേഹം വളരെ സന്തോഷമായി. അങ്ങനെ പുസ്തകമായത്. അതുപോലെ ഒരു നിമിഷം അയ്യപ്പ തത്വത്തെ കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോട്ടീസ് ഉള്ളത് അയ്യപ്പ ഭക്തന്മാരാണ്, വിശേഷിച്ച് ഈ മണ്ഡലാചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താണ് അയ്യപ്പ തത്വത്തിൻ്റെ മഹിമ? മറ്റു ദേവതാഭാവങ്ങളിൽ നിന്ന് അയ്യപ്പ തത്വത്തിൻ്റെ മഹിമ എന്താണ്, വ്യത്യസ്തത എന്താണ്? ഇത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഇതറിയണം എന്നുണ്ടെങ്കിൽ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന 14,000 സംസ്കൃത ശ്ലോകങ്ങളുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകം എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 1958 വിദ്വാൻ കുറുമുള്ളൂർ നാരായണപിള്ള ഏറ്റുമാനൂർ എഴുതി കൊല്ലം ശ്രീരാമവിലാസം പ്രസാൻ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ച ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൽ ഒന്നാം ഭാഗത്തെ 13 അധ്യായങ്ങളിലായിട്ട് 55 ലേഖനങ്ങളും, രണ്ടാം ഭാഗത്ത് 5 അധ്യായങ്ങളിലായിട്ട് 77 ലേഖനങ്ങളും, മൂന്നാം ഭാഗത്ത് 7 അധ്യായങ്ങളിലായിട്ട് 56 ലേഖനങ്ങളും, മൊത്തം 188 ലേഖനങ്ങളിലായിട്ടാണ് അയ്യപ്പ തത്വത്തിൻ്റെ ബേസ് കംപ്ലീറ്റ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് ഒറ്റ തവണ വായിച്ചു കഴിഞ്ഞിരുന്നാൽ അയ്യപ്പ തത്വവുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ സംശയങ്ങളും തീരും. ബ്രഹ്മജ്ഞാനികളായ മഹർഷി സത്തമന്മാർ നൈമിഷാരണ്യത്തിൽ ഇരുന്നപ്പോൾ അവിടെ സമാഗതനായ സൂതമഹാശയനോട് കലികാല ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വത രക്ഷ നേടാനായി താരകബ്രഹ്മത്തിൻ്റെ ആവിർഭാവം ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. ആ താരകബ്രഹ്മത്തിൻ്റെ ആവിർഭാവവും അതുമായി ബന്ധപ്പെട്ട കഥകളും പറഞ്ഞു തരണം എന്ന് പറയുന്നു. താരകം ഘോര സംസാരസാഗരസ്യതു താരകം കൈവല്യായാസ്തു യുഷ്മാകം വസ്തു ലോകൈക ശങ്കരം എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ആ ഗ്രന്ഥം മൊത്തവും. ഇനി ത്രിമൂർത്തികളുടെ സംഗമിത രൂപമായിട്ട് ദത്താവതാരം ഉണ്ടായി. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദത്ത ജയന്തി ഹോളിഡേ. എന്നിട്ട് സർവ്വലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന താരകബ്രഹ്മം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് സഗുണാവസ്ഥയെ പ്രാപിച്ച് ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികളായി ആ ത്രിമൂർത്തികളുടെ സംഗമിത രൂപമായിട്ടാണ് ദത്താവതാരം ജനിച്ചത്. ഈ സമയത്ത് ത്രിമൂർത്തികളുടെ യോഗമായ ദേവിമാര് അവര് ഗാലവൻ എന്ന മഹർഷിയുടെ പുത്രിയായി ലീല എന്ന നാമധേയത്തിലും ജനിച്ചു. ദത്തനും ലീലയും ദമ്പതികളായിട്ട് ഏറെക്കാലം ജീവിച്ചു. നാളേറെ കഴിഞ്ഞപ്പോൾ ദത്തൻ മൂലസ്വരൂപം തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ ലീല അത് സമ്മതിച്ചില്ല. ദേഷ്യം വന്ന ഘട്ടത്തിൽ നീ മഹിഷിയായി പോകട്ടെ എന്ന് ദത്തൻ ലീലയെ ശപിക്കുകയാണ്. അവിടെ മുതൽക്കാണ് എന്താ മഹിഷി അവതാരത്തിൻ്റെ സ്റ്റോറി ബഡ്ഡപ്പ് ചെയ്തു വരുന്നത്. എന്നിട്ട് ഈ ഭാഗം ഭൂതനാഥ ഉപാഖ്യാനം മൂലഗ്രന്ഥം 1-ാം അധ്യായം 47-48 ശ്ലോകങ്ങളിലാണ് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ സമയത്ത് തപശക്തിയുള്ള യോഗിനിമാരുടെ സംയോഗിത രൂപമാണ് ലീല. തിരിച്ചതുപോലെ ശപിച്ചു. എന്താ പറയുന്നത്? ഏവമാകർണ്യ ശാപം സാലീല കോപശുചാകുല താപിതാ താപസ ശ്രേഷ്ഠമൂജേ അവധി ദക്ഷിതൗ മഹിഷ്യഹം ഭവിഷ്യാമി മഹിഷസ്ത്വം ഭവിഷ്യസി യാവത്വയാ ഭുക്തഭോഗ ശാപമോക്ഷസ്ത്വമേ ഭവേത്. തിരിച്ചും ശപിക്കുകയാണോ? അങ്ങനെ രണ്ടുപേർക്കും ശാപമേറ്റു. ഞാൻ മഹിഷിയായി ജനിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങ് മഹിഷമായിട്ടും ജനിച്ച് എന്നോടൊപ്പം രമിക്കാൻ ഇടവരട്ടെ, അപ്പോൾ ശാപമോക്ഷം ഉണ്ടാകട്ടെ. രണ്ടുപേരും ഉഗ്രസ്വരൂപികളായിരുന്നാൽ ശാപം രണ്ടുപേർക്കും ഭരിച്ചു. ലീല മഹിഷാസുരന്റെ കുലത്തിൽ കരംഭന്റെ പുത്രിയായിട്ട് മഹിഷിമുഖയായിട്ട് ജനിച്ചു. ആ കഥ മൊത്തവും നമുക്ക് ദേവി ഭാഗവതത്തിലെ 1148 ശ്ലോകങ്ങളിലായിട്ട് വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദേവി ഭാഗവതമാണ് അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നത്. എന്നിട്ട് ലീലാസാ നീലപത്രാക്ഷീകരംഭസ്യ സുരദ്വിഷഃ തനയാഹ്യഭവൽ ഭൂമൗ മഹിഷീമുഖ സംയുതാഃ. അത് ഭൂതനാഥ ഉപാഖ്യാനം മൂലം 1:57. ചണ്ഡികാദേവി മഹിഷാസുരനെ വധിച്ചതിൽ കലിപൂണ്ട മഹിഷി പ്രതികാരദാഹത്തോടെ കഠിന തപസ്സനുഷ്ഠിച്ചു. ഇനിയുമാണ് ഇതിൻ്റെ പൂർണ്ണ കഥയിലേക്ക് തിരിയുന്നത്. ഇത് നമ്മൾ മലയാളികൾ, അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഇവിടം മുതൽക്കുള്ള ഈ സ്റ്റോറിയുടെ ഡെവലപ്മെന്റ് നല്ലതായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ പറയുന്നത്? ഇവിടെ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ആ ബ്രഹ്മാവ് വന്ന സമയത്ത് അവിടെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ബ്രഹ്മാവിനോട് ചോദിച്ച വരം അതാണ് മനസ്സിലാക്കേണ്ടത്. ഹരിയും ഹരനും ക്രീഡിച്ചതിൽ നിന്നൊരു നന്ദനൻ ജാതനായവൻ 26 വത്സരം മർത്യദാസനായി മഞ്ഞിൽ വാഴുകൾ അവനല്ല തന്യരാൽ മൃത്യുവേതുമേ ഉണ്ടാകരുതെനിക്കേവം തന്നാലും വരമൻ പ്രഭോ. ഇതാണ് ആവശ്യപ്പെടുന്നത്.
ഹരിയും ഹരനും ക്രീഡിച്ച് അതിൽ നിന്നൊരു നന്ദനൻ ജാതനായി. അവൻ 16 വത്സരം മർത്യദാസനായി. മഞ്ഞിൽ വാഴുകിൽ അവനല്ലാതെ അന്യരാൽ മൃത്യുവേതുമേ ഉണ്ടാകരുതെനിക്കേവം തന്നാലും വരമൻ പ്രഭോ. അതാണ് ഈ വളരെ പ്രിവെന്റീവായിട്ടുള്ളൊരു വരം വാങ്ങിക്കുന്നത്. ഹിരണ്യകശിപു വരം വാങ്ങിച്ചില്ലേ? 19 ഐറ്റംസ് ആ കൂട്ടിക്കെട്ടി വരം വാങ്ങിച്ചത്. മൂലം ഭാഗവതത്തിൽ അത് പറയുന്നുണ്ട്, സപ്തമത്തിൽ അത് പറയുന്നു. യതിദാസ്യസ് അഭിമതാൻ വരാന്മേ വരദോത്തമാഭൂതേഭ്യസ്തദ് വിസൃഷ്ടേഭ്യോ മൃത്യുർമാഭൂൻ മമ പ്രഭോ ന അന്തർബഹിർനിവാ നക്തമന്യസ്മാദജപിജായുധൈഹി ന ഭൂമൗ ന അംബരേ മൃത്യുർന നരൈർന മൃഗൈരപി യസുഭിർവാ അസുമദ്ഭിർവാ സുരാസുരമഹോരഗൈഹി അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച ദേഹിനാം സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാ ആത്മന തപോ യോഗപ്രഭാവാണം എന്നരിഷ്യസി ഗർഹിജിൻ. ഈ 19 പ്ലസ് ഒരൈറ്റം കൂടെ വാങ്ങിച്ചു മത്സ്യപുരാണത്തില്. ഋഷയോവാ നമ ശാപൈഹി ശവേയു പ്രവിതാമഹാഹ. ഇതൊക്കെ സംഭവിച്ചാലും ഈ കൊട്ടേഷൻ എടുത്തിട്ട് ദുർവാസാവിനെ പോലെ താടിക്കാരെ ആരെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഋഷയോവാ നമ ശാപൈഹി ശവേയു പ്രവിതാമഹ, ബ്രഹ്മാവേ അങ്ങനെയുള്ള അണ്ണന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ ശപിച്ച് ഭസ്മാക്കല്ലേ എന്നും കൂടെ ഹിരണ്യകശിപു വാങ്ങിച്ചു. അങ്ങനെ 19+1 20 ഐറ്റംസാണ് വാങ്ങിച്ചത്. അതുപോലത്തെ ഒരു വരം, ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത 2 ഐറ്റംസ് കൂട്ടിക്കെട്ടിയ വരമാണ് മഹിഷി വാങ്ങിച്ചത്. ഹരിയും ഹരനും ക്രീഡിച്ച് അതിൽ നിന്നൊരു നന്ദനൻ. ശിവനും വിഷ്ണുവും ചേർന്നിട്ട് ഒരു നന്ദനൻ ഉണ്ടാക്കണം. അത് തന്നെ ടോട്ടലി ഇമ്പോസിബിൾ, 200%. ഇനി രാഷ്ട്രീയ പാർട്ടികൾ അവർ എ പ്ലാൻ പൊട്ടിയാൽ ബി പ്ലാൻ വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് പറയുന്നു, ഇൻ കേസ് അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായാൽ അവൻ ജാതനായി 16 വത്സരം മർത്യദാസനായി മഞ്ഞിൽ വാഴുകിൽ അവനല്ലാതെ അന്യരാൽ മൃത്യുവേതുമേ ഉണ്ടാകരുത് എനിക്കേവം തന്നാലും വരമൻ പ്രഭോ. അവൻ 12 വർഷം മർത്യന് ദാസനായിട്ട് വന്നെങ്കിൽ മാത്രം, അവൻ മാത്രം വന്നെങ്കിൽ എന്നെ കൊല്ലാൻ സാധിക്കാവൂ. ഇതാണ് മറ്റു വരങ്ങളിൽ നിന്ന് ഈ വരത്തെ, അയ്യപ്പ തത്വത്തിന്റെ കേന്ദ്ര പ്രമാണമായി ഈ വരത്തെ വ്യത്യസ്തമാക്കുന്നത്. കൃഷ്ണാവതാരത്തിൽ ഒറ്റ ശരീരമേ ഉള്ളൂ, കൃഷ്ണ ശരീരം. രാമാവതാരത്തിൽ ഒറ്റ ശരീരമേ ഉള്ളൂ, ശ്രീരാമാവതാരത്തിൽ ഇവിടെ 2 ശരീരം സ്വീകരിക്കേണ്ടി വന്നു. ഒന്ന്, ഈ മോഹിനി ദർശനം സംഭവിക്കുന്നത് വൈകുണ്ഠത്തിലാണ്. ആ വൈകുണ്ഠത്തിൽ വെച്ച് തന്നെയാണ് ഹരിഹര പുത്ര ജന്മം ഉണ്ടാകുന്നത്. അവിടെ സർവ്വദേവതകളും സാന്നിധ്യം ചെയ്ത് അനുഗ്രഹിക്കുന്നു. എന്നിട്ട് സർവ്വദേവതകളുടെയും ബഹുമാനം സ്വീകരിച്ചുകൊണ്ട് പിതാവിനോടൊപ്പം കൈലാസത്തിൽ പോയിട്ട് ശിവന്റെ സവിധത്തിലാണ് ആദിശാസ്താവ്, മൂലശാസ്താവ്, വിദ്യ, ആയുധവിദ്യ എല്ലാം അഭ്യസിച്ച് അവിടെ ജീവിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അയോനിജനായി ഈ ജന്മത്തിൽ തന്നെ വന്നേ പറ്റൂ. അതുകൊണ്ടാണ് വേറൊരു അമ്മയുടെ സംയോഗമില്ലാതെ മണികണ്ഠൻ എന്ന ഭാവത്തിൽ വന്നിട്ട് 2ാമത്തെ ഭാവത്തിൽ ജനനം വരുന്നത് അതേ ആത്മാവ് തന്നെ. അങ്ങനെ ഒരു അവതാരത്തിന് 2 ശരീരം സ്വീകരിക്കേണ്ടി വന്ന ഏക പശ്ചാത്തലം ഇത് മാത്രം. അതുപോലെ ഹരിയുടെയും ഹരന്റെയും ശക്തി കൊണ്ട് വന്നിട്ടുള്ള ഏക അവതാരവും അയ്യപ്പ അവതാരമാണ്, മണികണ്ഠാവതാരമാണ്, ധർമ്മശാസ്ത്രാവതാരമാണ്. നമ്മൾ ആഞ്ജനേയ അവതാരം കാണുന്നു, ആഞ്ജനേയൻ ശിവ അവതാരം മാത്രം. മുരുകന്റെ അവതാരം കാണുന്നു, അതും ശൈവഭാവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ശിവന്റെയും വിഷ്ണുവിന്റെയും സംയോജിതമായ ഒരു ഭാവത്തിൽ നിന്ന് വരുന്ന ഏക അവതാരം ധർമ്മശാസ്താവിന്റെ അവതാരം മാത്രമാണ്. അതാണ് അതിൻ്റെ ഒരു മഹിമ. എന്നിട്ട് പിന്നീട് ഈ പന്തളത്തൊക്കെ നടക്കുന്നത് ഈ 12 വർഷം വരം കൊടുത്തിട്ടുണ്ടോ മഹിഷിക്ക്? ആ കാലം തികയാൻ വേണ്ടിയിട്ട് അവിടെ കാണിച്ച ലീലകൾ മാത്രമാണ്. അത് കഴിഞ്ഞ ശേഷം ഭഗവാൻ തൻ്റെ അവതാരം സമ്പൂർണ്ണമായിട്ടും നിർവഹിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഗഭർക്ഷേ കൃഷ്ണ പഞ്ചമ്യാം തിഥവും മന്ദസ്യവാസരെ അളിലഗ്നേ ചാപമാസസ്യ അന്തേ ശുഭമുഹൂർത്തകേ ഉൽബഭൂവാതി തേജസ്വി ഗുണവാൻ ഭൂതനായക ജാതമാത്രേണ സമ്പൂർണ്ണ യൗവനേന സമന്വിത. ഭൂതനാഥ ഉപാഖ്യാനം 3:49-50. ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ധനുമാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ചയാണ് ശാസ്താവിന്റെ ജനനം. അത് ആധുനിക കലണ്ടറുമായിട്ട് താരതമ്യം പെടുത്തുമ്പോൾ മകരസംക്രമ സമയം തന്നെയാണെന്ന് കാണാം. എന്നിട്ട് ശനിയാഴ്ചകൾ ശാസ്താക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസങ്ങളായത് ഈ ജനനം സംഭവിച്ചത് ശനിയാഴ്ച ആയതുകൊണ്ടാണ്. നവഗ്രഹങ്ങളിൽ ശനി കാരണം വരുന്ന ദശാസന്ധി ദോഷങ്ങളിൽ നിന്ന് കലിയുഗ വരദനായ ശ്രീ ധർമ്മശാസ്താവ് തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നതിനാൽ ശനിയുടെ അധീശനായിട്ടും ശ്രീ ധർമ്മശാസ്താവ് ആരാധിക്കപ്പെടുന്നു. ഇത് വളരെ ലളിതമായിട്ട് അയ്യപ്പ ഭാഗവതത്തില് ത്രയക്ഷരാമൃത സ്വാമി വിശദീകരിച്ചിരിക്കുന്നു. ഉത്തമൻ തേജോനിധി ഉത്തമാം നക്ഷത്രത്തിൽ ഉത്തമതിഥി കൃഷ്ണ പഞ്ചമി വരുന്നാളിൽ ഉത്തമ സുദിനമാം മന്ദവാസരം തന്നിൽ ഉത്തമോത്തമ ലഗ്നം വൃശ്ചികം തികഞ്ഞുള്ള ഉത്തമ മുഹൂർത്തമാം ധനുവിൻ അന്ത്യത്തിങ്കൽ ഉത്തമോത്തമ ദൈവം കൈക്കൊണ്ടാൻ അവതാരവും. അയ്യപ്പ ഭാഗവതം ഇന്ന് കേരളത്തില് ഏതാണ്ട് കാട്ടുതീ പടരുന്ന വേഗത്തില് അയ്യപ്പ ഭാഗവത ഗ്രന്ഥത്തിന്റെ പാരായണവും സപ്താഹ യജ്ഞങ്ങള് അതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്നു. ഇത് അയ്യപ്പ തത്വത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി ഓരോ കഥയുടെയും പശ്ചാത്തലവും തത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ
അയ്യപ്പ ഈ ഭാഗവതത്തിന്റെ പാരായണത്തിൽ കൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഭൂതനാഥ ഉപാഖ്യാനത്തിൽ പറയുന്നു, യസ്തു സർവേഷു ഭൂതേഷു ജീവരൂപേണ വർത്തതേ അത ഭൂതേശ്വരാഖ്യശാകൃതവാൻ തസ്യ പത്മജ. അതായത് സർവ്വഭൂതങ്ങളുടെയും ഉള്ളിൽ ജീവരൂപേണ വർത്തിക്കുന്നതിനാലാണ് അയ്യപ്പനെ ശ്രീ ഭൂതനാഥൻ എന്ന് വിളിക്കുന്നത്. ദുഷ്ടാനാം ധർമ്മഹീനാനാം ശാസിതായസ്തു ഭൂതലെ ധർമ്മശാസ്ത്ര ഇതി പ്രോക്തം തസ്മാൽ തസ്യാഭിധാനകം. ദുഷ്ടന്മാരെയും ധർമ്മഹീനന്മാരെയും ശാസിച്ചൊതുക്കി ധർമ്മത്തെ പരിപാലിക്കുന്നതിനാലാണ് ധർമ്മശാസ്താവ് എന്ന് അയ്യപ്പനെ വിളിക്കുന്നത്. പരതത്വം ച സർവം ച ഗോപ്തവാന്റെ മനസ്സേതു യഹ തസ്മാൽ പരായ ഗുപ്താഖ്യാൻ കൃതവാൻ തസ്യ പത്മജഃ. ഈ പ്രപഞ്ചത്തിലെ പരമതത്വങ്ങളെല്ലാം തന്നെ തന്നിൽ ഒതുക്കി ഗോപനം ചെയ്ത് ഭദ്രമായി സൂക്ഷിച്ച് അർഹതയുള്ള പരമഭക്തന്മാർക്ക് മാത്രം അവയെ പ്രകാശിപ്പിക്കുന്ന പരമജ്ഞാനമൂർത്തി ആയതിനാലാണ് അയ്യപ്പനെ പരായഗുപ്തൻ എന്ന് വിളിക്കുന്നത്. യസ്തു ആര്യാണാം ച സർവേഷാം പിതാ ഇവ വിഭാതിജ തസ്മാത് ആര്യപിതാഹ്യേവം തസ്യാഖ്യാം കൃതവാൻ വിധി. ആര്യന്മാർക്ക് ശ്രേഷ്ഠന്മാർക്കെല്ലാം പിതാവിനെ പോലെ ശോഭിച്ച് സുരക്ഷയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുന്നതിനാലാണ് അയ്യപ്പനെ ആര്യദാതൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടക്സ്റ്റ് വിശദീകരിക്കുന്നു. എന്നിട്ട് ഞാൻ വളരെ ചുരുക്കി ഒറ്റ സംഗതി കൂടെ പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കാം. ഇത് കഴിഞ്ഞ ശേഷം 12 വർഷം മർത്യദാസനായ മന്നിൽ വാഴണമല്ലോ. ആ കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് പന്തളം രാജധാനിയിൽ നിന്ന് പുലിയെ പിടിക്കാനെന്ന ഒരു കാരണമുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. പമ്പയിൽ നിന്ന് 10 കാതം അകലെ തപോബലത്താൽ ഒരു മന്ദിരം നിർമ്മിച്ച് രത്നസിംഹാസനത്തിൽ ഇരുത്തി ഹരിഹരപുത്രനെ കടുശബ്ദൻ, വീരഭദ്രൻ, കൂപനേത്രൻ, വാപരൻ, അദ്ദേഹത്തെയാണ് പിൽക്കാലത്ത് വാവരാക്കിയത്. എന്നിട്ട് കൂപകർണൻ തുടങ്ങിയ ഭൂതഗണങ്ങൾ ശിവനിർദ്ദേശപ്രകാരം അവിടെ എത്തി ആരാധിച്ചു. എന്നിട്ട് ഹരിഹരപുത്രനെ ആരാധിച്ചു. അത് കഴിഞ്ഞ് മഹിഷിയുമായിട്ട് അയ്യപ്പൻ ഘോര യുദ്ധം നടത്തി. യുദ്ധാന്ത്യത്തിൽ അഴുതയിലേക്ക് വീണു മഹിഷി മരിച്ചു. മഹിഷി രൂപഗ്രസ്തയായിരുന്ന ലീല ശാപവിമുക്തയായി സർവാംഗ സുന്ദരിയായി പുനർജനിച്ചു. ഭൂതനാഥന്റെ മായാശക്തിയായി തന്നെ സ്വീകരിക്കാൻ അപേക്ഷിച്ചു. ഭഗവാൻ അവളോട് പറയുന്ന മറുപടിയുണ്ട്. ഭദ്രേ തമസി കല്യാണി മത് ശക്തിരപി കന്യകേ ജന്മനാ ബ്രഹ്മചാരിത്വം മമേഹാസ്മി ശുചിസ്മിതേ തസ്മാത് ത്വം സഹജാ ഭൂത്വാ മാമകം മന്ദഗാമിനി ആഖ്യയാമഞ്ജമാതേതി നിർജ്ജരൈരഭിഭൂതിജ മത് വാമഭാഗതോ കിഞ്ചിത് ദൂരമാശ്രിത്യ ഭൂതലേ വസമാഗോരുഭാഗാനാം വസതേ സുസ്മിതാനനെ. ഹേ ഭദ്രേ, മഹാഭാഗേ, നീ താരക ബ്രഹ്മമായ എൻ്റെ ശക്തി തന്നെയാണ്. പക്ഷേ എൻ്റെ ഈ അവതാരത്തിലെ ഭൂതനാഥ അവതാരം ബ്രഹ്മചര്യനിഷ്ഠമായതിനാൽ സഹോദരീ ഭാവത്തിൽ പ്രപഞ്ചമാതാവായി മാളികപ്പുറത്തമ്മ എന്ന ഭാവത്തിൽ എന്നിൽ നിന്ന് കുറെ ദൂരെ ഇടതുവശത്ത് നീ കുടികൊള്ളുക. നീ സർവ്വദേവതകളാൽ പോലും പൂജിതയാകും. നിന്നെ ആരാധിക്കുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ മാതൃഭാവത്തിൽ അകറ്റി അവരെ ആശ്വസിപ്പിക്കുക. അങ്ങനെയാണ് മാളികപ്പുറത്തമ്മയുടെ പ്രതിഷ്ഠ അവിടെ വരുന്നത്. ഇങ്ങനെ വരുന്ന എല്ലാ സംഗതികളുടെയും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നു. എന്നിട്ട് പന്തളത്ത് രാജാവിന് കൊടുക്കുന്ന നിർദ്ദേശം ഭംഗിയായിട്ട് വിശദീകരിക്കുന്നു. എങ്ങനെ ക്ഷേത്രം നിർമ്മിക്കണം ഇതൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. സോപാനാനി ഗുരുശ്വാധ മൽപൂർവേ അഷ്ടാദശാനി ഭോ പഞ്ചഭൂതാന്യ അഷ്ടരാഗാൻ വിദ്യാൻ ഗുണത്രയാൻ യസ്താജ്യതേ നിർവശ്രേഷ്ഠ സമാം പശ്യതി നിർഗുണം തദ്വദ അഷ്ടാദശാന്യാധ സോപാനാനി മഹാമതേ. എൻ്റെ മുന്നിൽ കിഴക്കഭിമുഖമായിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ, ത്രിഗുണങ്ങൾ, വിദ്യ, അവിദ്യ. ദാറ്റ് മീൻസ് 5 + 8 + 3 + 2 18. അങ്ങനെയാണ് ഈ 18ന്റെ കണക്ക് വരുന്നത്. അവയെ പ്രതിനിധീകരിക്കുന്ന 18 പടി നിർമ്മിക്കുക. ആരാണോ മേൽപ്പറഞ്ഞ 18നെയും താണ്ടി ഗുണാതീതനായി എന്നെ തീവ്രസങ്കല്പത്തോടെ പ്രാപിക്കുന്നത് അവൻ അനുഗ്രഹീതനായി തീരും. ഇതവിടെ പറയുക. എന്നിട്ട് പറയുന്നു, അങ്ങനെ കയറി വരുന്നവൻ ആരുഹ്യ പശ്യതി മുതം മല്ലിംഗം ഭക്തിമാൻ നര. പരമഭക്തനായിട്ട് ആരാണോ അവിടെ വന്നിട്ട് എൻ്റെ ദിവ്യമായ ഭാവത്തെ ദർശിക്കുന്നത് അവന് തീർച്ചയായിട്ടും എൻ്റെ സർവ്വ ഗുണങ്ങളും ഉണ്ടാകും, അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഒരു കാര്യം എടുത്തു പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രഹ്മചര്യാദി നിയമഹീനാനാം മമദർശനം വിഫലം ദ്വാപണഗതോ നിർധനോഹി യഥാത്വഹം. അതായത് ബ്രഹ്മചര്യാദി നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ കാപട്യം കാണിച്ചു വരുന്നവന് ആപണേ നിർധനഃ. വലിയൊരു കടയിൽ 10 പൈസ പോലും കയ്യിലില്ലാത്തവൻ പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുപോലെ അവിടെ വന്നിട്ട് ജാട കാണിച്ചിട്ട് പോകുന്നവന് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നും ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലതായിട്ട് അയ്യപ്പ തത്വത്തിൻ്റെ ശാസ്ത്രീയമായ ഭാവത്തിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ 41ൻ്റെ പ്രാധാന്യം എക്സ്റ്റേണലായിട്ട് പെരിഫറലായിട്ടുള്ള കലണ്ടറിലുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശേഷിച്ചും മലയാളികൾ നമ്മൾ 2 കലണ്ടർ സിസ്റ്റം സൈമിൾട്ടേനിയസ്ലി ഫോളോ ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. അത് നല്ലതായിട്ട് മനസ്സിലാക്കുക. 1 സോളാർ കലണ്ടർ 365 ദിവസം. 2 ലൂണാർ കലണ്ടർ, ചന്ദ്രമാസത്തിൻ്റെ കലണ്ടർ. അത് 27 കൃത്തികകളാണ്. 27 കൃത്തികളെന്ന് പറഞ്ഞിരുന്നാൽ അശ്വതി, ഭരണി, കാർത്തിക.
അപ്പോൾ മറ്റേത് 365 സോളാർ കലണ്ടർ, ഇത് ലൂണാർ കലണ്ടർ. അതിൽ 27 × 12 324. ഈ 365 മൈനസ് 324 41. ഈ 41 ദിവസം വരുന്ന ഡെഫിഷ്യൻസി 5 കാര്യങ്ങൾ കൊണ്ട് റെക്ടിഫൈ ചെയ്യണം. 1 തപസ്, 3 ബ്രഹ്മചര്യം, 2 ബ്രഹ്മചര്യം, 3 ഗുരുസേവ. അതിനാണ് ഗുരുസ്വാമിമാരെ പൂജിക്കുക. ഗുരുസ്വാമിമാരുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. 4 തീർത്ഥാടനം, 5 ഭഗവത് ദർശനം. ശബരിമലയിലെത്തി ഭഗവാനെ ഇരുമുടിക്കെട്ടുമായിട്ട് പോയിട്ട് ദർശനം നടത്തി. ഈ 5 സംഗതി എല്ലാ വർഷവും 41 ദിവസം ഈ വ്രതാനുഷ്ഠാനത്തോടു കൂടി ചെയ്യുന്ന ഏകദേവതാഭാവവും ധർമ്മശാസ്ത്രവും മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അയ്യപ്പ തത്വത്തിൻ്റെ വലിയൊരു പ്രാധാന്യം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രസാദ് രക്തസ്തതോ മാംസാൻ മേധ പ്രജായത്തെ മേധസോസ്തി തഥാ മജ്ജ ശുക്ലസ്യ സംഭവ. ഇത് ചരകത്തിൽ പറഞ്ഞു വെച്ചേക്കുന്നു. നമ്മുടെ ആയുർവേദ കോളേജിലെ കുട്ടികൾ പഠിക്കുന്ന ശ്ലോകമാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ ഓരോന്നും 7 ഡേയ്സ് കൊണ്ട് മച്ചുറായിട്ട് അവിടെ എത്തി ചൈതന്യ രൂപത്തിലെത്തുന്നത് ഈ 41 ദിവസമാണ്. അത് മെറ്റാബോളിക്, കറ്റാബോളിക് ആൻഡ് അനാബോളിക് ലെവൽസ് ഓഫ് ഡെവലപ്മെന്റ്. ഇതിൻ്റെ പെരിഫറലാണ് ഈ 41 ദിവസം വരുന്നത്. ഈ 2 സിസ്റ്റത്തിൻ്റെയും കലണ്ടർ ഗ്യാപ്പ്, ഇതും 41. ഇത് ആ ആചരണത്തിൽ കൂടെ വരുന്നത് വളരെ വിശിഷ്ടമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കണം. അതിൽ കൂടെ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇത് തന്നെ ഒരു പുസ്തകമായിട്ട് പിന്നെ എഴുതേണ്ട ഗതികേട് വന്നു. ഞാൻ ഒരു സംഗതി കൂടെ പറഞ്ഞിട്ട് അതാണ്ട് അവിടെ നിർത്താം. വളരെ വിശിഷ്ടമായ ഇത്തരം അയ്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. എൻ്റെ ഭാര്യയുടെ ഒരു അടുത്ത ബന്ധുവാണ് അദ്ദേഹം. 42 വർഷം ലണ്ടനിൽ താമസിച്ചിരുന്ന ആളാണ്. KPC പിള്ള എന്ന് പറയും. വലിയ അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പൻ കൈവെള്ളയിൽ ഇങ്ങനെ ഉപാസനയ്ക്ക് എത്തും. ഇന്ന് ലണ്ടൻ സിറ്റിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞിരുന്നാൽ ഇന്ന് ലണ്ടൻ സിറ്റിക്കകത്ത് കാണുന്ന പല ബെൽറ്റ് വേകളും റോഡുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫേമൻ ഡെവലപ്പ് ചെയ്തതാണ്. KPC പിള്ള എഞ്ചിനീയറാണ്, PE സ്റ്റാറ്റസ് ഉള്ള എഞ്ചിനീയറാണ്. അദ്ദേഹം വലിയ അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹം ലോർഡ് അയ്യപ്പ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് 800 ചില്ലുവാനം പേജുള്ള പുസ്തകം അതിന് ആമുഖം എഴുതി കൊടുത്തത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല, ആ ആളുടെ പേര് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. വേറെ ആരുമല്ല, സുപ്രീം കോടതിയിലെ മുൻ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അദ്ദേഹമാണ് ഇതിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. ഒരു 10-40 കൊട്ടേഷൻസ് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഒറ്റ കൊട്ടേഷൻ മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുള്ളൂ. Millions of people from far and near suffer untold hardships, undertake vows of austerity, observe in actual life high standards of conduct and morality, repeat the pilgrimage year after year, clad in black and with unshaven faces, fascinated by the tremendous power of Ayyappa before whom they surrender. The spiritual subdues the material, the moral eclipses the sensual, not by command but by conscience. If you wish to become the meeting point of the divine descent and human ascent, Ayyappa cult will be an invaluable guide. ഒരു ജഡ്ജ്മെൻ്റ് എഴുതുന്ന ക്ലാരിറ്റിയോട് കൂടെ പോയറ്റിക് ലാംഗ്വേജിൽ ജസ്റ്റിസ് PR കൃഷ്ണയ്യർ അയ്യപ്പ തത്വത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ DTP എടുത്തിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ബാബു സാറിനെ കൊണ്ട് കാണിച്ചു. ഞാൻ വിചാരിച്ചത് ഇതൊന്ന് നോക്കിയിട്ട് ഇനി തരുമെന്ന്. ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു. വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പുസ്തകാഭിപ്രായം എഴുതുന്നു. ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കണം. ഇപ്പോൾ ഒട്ടും സമയമില്ല. ഒരു പ്രധാന സംഗതി കൂടെ 1 മിനിറ്റ് കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഷിക്കാഗോയിൽ അവിടെ സപ്താഹത്തിന് പോയ സമയത്ത് യജ്ഞം കഴിഞ്ഞ് അവരെന്നെ അവിടുന്ന് അടുത്ത സ്റ്റേറ്റ് അയോവ സ്റ്റേറ്റിൽ അവർ കൊണ്ടുപോയി. ഒരു 10-600 കിലോമീറ്റർ മൈല് പോകണം. അവിടെ മഹാഋഷി വേദിക് സിറ്റി ഉണ്ട്. മഹാഋഷി വേദിക് സിറ്റി. അവിടെ അദ്ദേഹത്തിൻ്റെ മഹർഷി മഹേഷ് യോഗി ട്രാൻസെൻഡൻ്റൽ പ്രോഗ്രാമിൻ്റെ ആളാണ്. ഈ മഹാഋഷി വേദിക് സിറ്റി 6 സ്ക്വയർ മൈൽ സ്ഥലം അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷനോടുകൂടെ വേദിക് സിറ്റി വൈദിക നഗരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് അതിൻ്റെ ഒരു ഫ്ലെയറാണ്. ഇതുപോലത്തെ ഒരു 400 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് മഹാഋഷി യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ഇതുപോലെയുള്ള സംഗതിയാണ്. ഏതാണ്ട് 5000 പേരം ബിൽഡിങ്സിൻ്റെ ഒരു ക്ലസ്റ്ററാണ്. നമ്മൾ അതിശയിച്ചു പോകും. അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി കംപ്ലീറ്റ് വേദിക് എഡ്യൂക്കേഷൻ പ്ലസ് മെഡിറ്റേഷനാണ്. ഈ കുട്ടികൾ രാവിലെ 3 മണിക്ക് ഉണർന്ന് എഴുന്നേക്കണം, അവിടെ താമസിക്കുന്ന കുട്ടികൾ. എന്നിട്ട് അവിടുത്തെ ചിട്ടകൾ നമുക്കൊന്നും പാലിക്കാൻ സാധിക്കത്തില്ല. 3:40 മെഡിറ്റേഷൻ ഹാളിൽ വരണം. എന്നിട്ട് TM പ്രോഗ്രാമാണ്, ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ പ്രോഗ്രാമാണ്. സീനിയർ ഫാക്കൽറ്റി ഒക്കെ ഉണ്ട്. 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെ അന്തരീക്ഷത്തിൽ ചിരിച്ചോണ്ടിരിക്കും. വെള്ളം പോലും കുടിക്കണ്ട. ഒരു സപ്പോർട്ടും ഇല്ലാതെ അന്തരീക്ഷത്തിൽ 4 അടി 6 അടി പൊക്കത്തിൽ സുഖമായിട്ടിരിക്കും. പ്രത്യേക സൗണ്ട് പ്രൂഫഡ് ആയിട്ടുള്ള 12 ഡൂംസ് ഇങ്ങനെ ഈ 6 സ്ക്വയർ മൈൽ സ്ഥലത്തിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിശയം തോന്നും. ഇന്ന് അവിടെ വന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളിൽ 90% ജർമ്മനിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, ജർമ്മൻ സ്റ്റുഡൻസ്. അവിടെ
ഒരു കറൻസി ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. റാം 1 റാം is equal to $20. 1 റാം is equal to $20. ഇത് 1 റാം ഇത് ഞാൻ ബ്ലോ അപ്പ് ചെയ്തെടുത്തതാണ്. അവിടെ ഇതിനകത്ത് ഇന്റേണൽ സർക്കുലേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കറൻസിയാണ്. നമ്മൾ അതിശയിച്ചു പോകും. ഇതുപോലെയുള്ള വണ്ടർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ലോകം മൊത്തം ഉണ്ടായി വരുന്നുണ്ട്. സനാതനധർമ്മത്തിൻ്റെ മഹിമയും സനാതനധർമ്മത്തിൻ്റെ പൂർണ്ണതയും സനാതനധർമ്മത്തിൻ്റെ ശാസ്ത്രീയ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ലോകം മൊത്തവും സനാതനധർമ്മത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന അതിദിവ്യമായ മനോഹരമായൊരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ കൂടെ നിലനിൽക്കുന്നത്. ഈ സമയത്ത് ക്രിയേറ്റീവ് റീഡിങ്, ചപ്പ് ചവർ വായന, ഈ തല്ലിപ്പൊളി പുസ്തകങ്ങളൊക്കെ കളഞ്ഞിട്ട് ക്രിയേറ്റീവ് റീഡിങ് അതിലേക്ക് പോവുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദൈവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസത്തെ. നമുക്ക് ഒരുമിച്ചിരിക്കാം. ലെറ്റ് us sit together, let us talk together, let us think together and let us be one എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അതേ ഭാവത്തോടു കൂടെ ബാക്കി സർവ വൈരുദ്ധ്യങ്ങളുടെ ഭാവനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒന്നായി ഒരേ സർവേശ്വരൻ്റെ മക്കളാണെന്നുള്ള ഭാവത്തോടു കൂടെ നമുക്ക് വളരാനും കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ ആധ്യാത്മിക സത്യങ്ങളെ നമുക്ക് കൊണ്ടെത്തിക്കുവാനും സാധിക്കണം. അതിനുള്ള ഇന്ന് ഭാരതത്തിലെ ഏറ്റവും ശക്തമായൊരു വേദിയിലൊന്നാണിത് മഹാഭാരത ഭാഗവത സത്രം. ഇത് 42ാം സത്രമാണ്. 36ാം സത്രം എൻ്റെ നാട്ടിൽ മണ്ണടിയിലാണ്, ദേവീക്ഷേത്രത്തിലാണ്, അവിടെയാണ് നടന്നിരുന്നത്. അപ്പം ഈ രീതിയിൽ കൂടെയുള്ള ഒരു വലിയ ഒരു ചടങ്ങ്, അതോടൊപ്പം ഇതൊരു ചടങ്ങല്ല, ഇതൊരു വലിയ തപസ്സാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് കഷ്ടപ്പാടാണ് ഒരു സത്രം ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ പെടാപ്പാട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ തപസ് ഇത് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അവസരമുണ്ടാവട്ടെ. നാരായണസ്വാമി അദ്ദേഹമായിട്ട് ഒരു 10-35 വർഷത്തെ എനിക്ക് ആത്മബന്ധമുണ്ട്. വളരെയേറെ വേദികളിൽ എന്നെ അമ്മയെ പ്രഭാഷണത്തിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ എല്ലാമായ അപ്പുചേട്ടൻ, അദ്ദേഹത്തോടുള്ള എൻ്റെ പ്രത്യേക കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സർവോപരി ബഹുമാന്യനായ ശ്രീകുമാർ സാർ, സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഒരു 10-32 വർഷം സെക്രട്ടേറിയറ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഇവിടുത്തെ സത്രസമിതിയുടെ ചെയർമാൻ ശ്രീകുമാർ ജാൻ, അന്ന് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ സീനിയർ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് എന്നെ പെൻഷനായി. ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നതാണ്. അദ്ദേഹവും തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ വരാനും ഏതാനും ചില ചെറിയ ചിന്തകൾ നിങ്ങളുടെ പാദങ്ങളിൽ വിനയപൂർവ്വം സമർപ്പിക്കുവാൻ അവസരമുണ്ടാക്കി തന്നു. പിന്നീട് ഈ സത്രസമിതിയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പേര് പറയാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കണം. എല്ലാവരുടെയും പാദങ്ങളിൽ ബഹുമാനപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായി എന്നെ ഈ ലോകം മൊത്തം കൊണ്ടു നടക്കുന്ന സർവേശ്വരിയായ മണ്ണടി കാവിലമ്മയുടെ പാതാര വിന്ദങ്ങളിലേക്ക് ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങട്ടെ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ. ഉറക്കെ പറയൂ. സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.